ഇനി ഹിറ്റ്ലറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ജൂതന്മാർക്കെതിരായ നടപടികൾ. അധികാരം കിട്ടിയ ഉടൻ തന്നെ അവനത് തുടങ്ങിവെച്ചു. 1933 ഏപ്രിൽ 1-ന് അവൻ ജൂതന്മാരുടെ കടകളും ബിസിനസ്സുകളും ബഹിഷ്കരിക്കാൻ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്തു. ഈ ആഖ്യാനം ഒരു ശ്രവ്യാനുഭവമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾക്ക് ശബ്ദവുമായി പൂർണ്ണമായ പൊരുത്തം ഉണ്ടാകണമെന്നില്ല. ദയവായി ശബ്ദത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എസ്.എ. ഭടന്മാർ ജൂതന്മാരുടെ കടകൾക്ക് മുന്നിൽ നിന്ന് ആളുകളെ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചു. കടകളുടെ ചില്ലുകളിൽ അവർ യൂഡേ, ജൂതൻ എന്ന് പെയിന്റ് ചെയ്തു. അതേ തുടർന്ന് നിയമപരമായ വേർതിരിവ് തുടങ്ങി. സിവിൽ സർവീസ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിയമം എന്ന പേരിൽ ഒരു നിയമം പാസാക്കി. ആ നിയമപ്രകാരം ആര്യൻ അല്ലാത്ത ആർക്കും സർക്കാർ ജോലി ചെയ്യാൻ പാടില്ലായിരുന്നു. അതോടെ ആയിരക്കണക്കിന് ജൂതന്മാരായ ഡോക്ടർമാർക്കും വക്കീലന്മാർക്കും അധ്യാപകർക്കും ഉദ്യോഗസ്ഥർക്കും ജോലി നഷ്ടപ്പെട്ടു. ജൂതന്മാരായ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് പുറത്താക്കി. സർവകലാശാലകളിൽ നിന്ന് പ്രൊഫസർമാരെ പിരിച്ചുവിട്ടു. സമൂഹത്തിൽ നിന്ന് അവരെ പടിപടിയായി ഒറ്റപ്പെടുത്തി. അവർക്ക് പുതുപാർക്കുകളിൽ പോകാൻ പാടില്ല, നീന്തൽക്കുളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, സിനിമാ തിയേറ്ററുകളിൽ പോകാൻ പാടില്ല, ആര്യന്മാരുമായി വിവാഹം കഴിക്കുന്നത് നിരോധിച്ചു. ഒരു ജൂതനെ കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടി അവർ തങ്ങളുടെ വസ്ത്രത്തിൽ ഒരു മഞ്ഞ നക്ഷത്രം തുന്നിപ്പിടിപ്പിക്കണമെന്ന് നിയമം വന്നു. ഇതെല്ലാം എന്തിനായിരുന്നു? ഒരു സമൂഹത്തെ സാമ്പത്തികമായും സാമൂഹികമായും തകർക്കുക, അവരെ മനുഷ്യരായി പോലും കാണാതിരിക്കുക, അവരെ ഒരു രോഗാണുവിനെപ്പോലെ ചിത്രീകരിക്കുക. അപ്പോൾ ഭാവിയിൽ അവർക്കെതിരെ ഇതിലും ക്രൂരമായ നടപടികൾ എടുക്കുമ്പോൾ സാധാരണ ജർമ്മൻ ജനത അതിനെതിരെ പ്രതികരിക്കാതിരിക്കും. അവർ നമ്മുടെ ശത്രുക്കളല്ലേ, അവർ ഇതൊക്കെ അനുഭവിക്കേണ്ടവർ തന്നെയല്ലേ എന്നവർ ചിന്തിക്കും. ഗേബൽസിന്റെ പ്രചരണയന്ത്രം ഈ വെളുപ്പുരാവും പകലും ആളുകളുടെ തലച്ചോറിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ജർമ്മനിയിലെ സാധാരണ ജനങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു? അവരിൽ പലരും ഈ മാറ്റങ്ങളെ പിന്തുണച്ചു. കാരണം ഹിറ്റ്ലർ ഒരു വശത്തെ അടിച്ചമർത്തൽ നടത്തുമ്പോൾ മറുവശത്ത് ചില നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ അധികാരത്തിൽ വന്നപ്പോൾ വാഗ്ദാനം ചെയ്തതുപോലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വലിയ പദ്ധതികൾ തുടങ്ങി. കൂറ്റൻ ഹൈവേകൾ, ഔട്ടോബാൻ നിർമ്മിച്ചു. വലിയ സർക്കാർ കെട്ടിടങ്ങൾ പണിതു. ആയുധ ഫാക്ടറികൾ വീണ്ടും തുറന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടി. രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെട്ടു. ഇത് കണ്ടപ്പോൾ പലരും പറഞ്ഞു, ഹിറ്റ്ലർ ഒരു കണിശക്കാരനാണ്, പക്ഷേ അയാൾ രാജ്യത്തിന് നല്ലത് ചെയ്യുന്നുണ്ട്. കുറച്ച് ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒതുക്കുന്നത് രാജ്യത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണെങ്കിൽ അതിലെന്താണിത്ര തെറ്റ്? മറ്റു ചിലർ പേടിച്ചു മിണ്ടാതിരുന്നു. വേറെ ചിലർക്ക് ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലായിരുന്നു. ആ സമയത്ത് പാസ്റ്റർ മാർട്ടിൻ നീമോളർ എഴുതിയ പ്രശസ്തമായ വരികളുണ്ട്. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടിവന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റായിരുന്നില്ല. പിന്നെ അവർ സോഷ്യലിസ്റ്റുകളെ തേടിവന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു സോഷ്യലിസ്റ്റായിരുന്നില്ല. പിന്നെ അവർ ട്രേഡ് യൂണിയൻകാരെ തേടിവന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ട്രേഡ് യൂണിയൻകാരനായിരുന്നില്ല. പിന്നെ അവർ ജൂതന്മാരെ തേടിവന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. ഒടുവിൽ അവർ എന്നെ തേടിവന്നു. അപ്പോൾ എനിക്കുവേണ്ടി സംസാരിക്കാൻ ആരും ബാക്കിയുണ്ടായിരുന്നില്ല. ഈ വരികൾ അന്നത്തെ ജർമ്മൻ സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു. വെറും 1.5 വർഷം കൊണ്ട് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയെ ഇറിക്കവറബിൾ ആയി മാറ്റിമറിച്ചിരുന്നു. 1934 ആയപ്പോഴേക്കും ഹിറ്റ്ലർ ജർമ്മനിയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു. മറ്റു രാഷ്ട്രീയ പാർട്ടികളില്ല, ട്രേഡ് യൂണിയനുകളില്ല, സ്വതന്ത്രമായ പത്രങ്ങളില്ല, എല്ലാം അവന്റെ കാൽക്കീഴിലായിരുന്നു. പക്ഷെ അവന്റെ അധികാരത്തിന് ഒരു ഭീഷണി അപ്പോഴും അവശേഷിക്കുന്നുണ്ടായിരുന്നു. ആ ഭീഷണി പുറത്തുനിന്നല്ല, അവന്റെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയായിരുന്നു. അവന്റെ പഴയ കൊടുങ്കാറ്റുപട, അതായത് എസ്.എയിൽ നിന്ന്. എസ്.എയുടെ തലവൻ ഏൺസ്റ്റ് റോം ഹിറ്റ്ലറിന്റെ ഏറ്റവും പഴയ സുഹൃത്തുക്കളിലൊരാളായിരുന്നു. ബിയർഹോൾ പുഷ്കാലം മുതൽ അവന്റെ കൂടെയുണ്ടായിരുന്നവൻ. റോമിന്റെ നേതൃത്വത്തിൽ എസ്.എ ഒരു ഭീമാകാരമായ സംഘടനയായി വളർന്നിരുന്നു. ഏകദേശം 30 ലക്ഷം, അതായത് 3 മില്യൺ അംഗങ്ങൾ. അതായത് ജർമ്മനിയുടെ ഔദ്യോഗിക സൈന്യമായ റൈക്സ്വീറിനേക്കാൾ 10 മടങ്ങ് വലിപ്പം. ഈ തവിട്ടുകുപ്പായക്കാർ തെരുവിലെ രാജാക്കന്മാരായിരുന്നു. അവർക്ക് നിയമം ബാധകമല്ലായിരുന്നു. അവർ ആളുകളെ തല്ലിച്ചതച്ചു, കടകൾ കൊള്ളയടിച്ചു, ആരെയും കൂസാതെ നടന്നു.
ഹിറ്റ്ലർ അധികാരത്തിൽ വന്നപ്പോൾ റോമും അവന്റെ എസ്സേ പിള്ളേരും കരുതിയത് ഇനി തങ്ങളുടെ കാലമാണെന്നാണ്. അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. റോമിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ എസ്സേയെ ജർമ്മനിയുടെ പുതിയ സൈന്യമാക്കി മാറ്റുക എന്നതായിരുന്നു. നിലവിലുള്ള പ്രൊഫഷണൽ സൈന്യത്തെ എസ്സേയിൽ ലയിപ്പിക്കുക, എന്നിട്ട് താൻ അതിന്റെ തലവനാകുക. അങ്ങനെ പാർട്ടിയുടെ സൈന്യം രാജ്യത്തിന്റെ സൈന്യമായി മാറും. ഇതിനെ അവർ രണ്ടാം വിപ്ലവം എന്ന് വിളിച്ചു. ആദ്യത്തെ വിപ്ലവം രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കലായിരുന്നു. രണ്ടാമത്തേത് സമൂഹത്തിന്റെ എല്ലാ ഘടകങ്ങളെയും, പ്രത്യേകിച്ച് സൈന്യത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും മാറ്റിമറിച്ച് ഒരു യഥാർത്ഥ നാഷണൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു. ഈ രണ്ടാം വിപ്ലവം എന്ന ആശയം ഹിറ്റ്ലറിന് ഒരു തലവേദനയായി. കാരണം അവനിപ്പോൾ ഒരു തെരുവു വിപ്ലവകാരിയല്ല, രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അവനിപ്പോൾ പിന്തുണ വേണ്ടത് തെരുവിലെ ഗുണ്ടകളുടേതല്ല, രാജ്യത്തെ ശക്തരായ വിഭാഗങ്ങളുടേതാണ്. അതിലേറ്റവും പ്രധാനം ജർമ്മൻ സൈന്യമായിരുന്നു. ജർമ്മൻ സൈന്യത്തിലെ ജനറൽമാർ ഹിൻഡൻബർഗിനെപ്പോലെ തന്നെ പഴയ പ്രമാണികളായിരുന്നു. തലമുറകളായി പട്ടാളസേവനം പാരമ്പര്യമുള്ളവർ. അവർക്ക് റോമിനെയും അവന്റെ തെരുവ് തെമ്മാടികളായ എസ്സേക്കാരെയും പുച്ഛമായിരുന്നു. ഈ അച്ചടക്കമില്ലാത്ത ഗുണ്ടകളായ ഇവന്മാരാണോ രാജ്യത്തിന്റെ സൈന്യമാകാൻ പോകുന്നത്? നടക്കില്ല എന്നായിരുന്നു അവരുടെ നിലപാട്. എസ്സേയെ ജർമ്മൻ സൈന്യത്തിൽ ലയിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ ഹിറ്റ്ലറിനെതിരെ തിരിഞ്ഞേക്കാം എന്നൊരു ഭയം അവനുണ്ടായിരുന്നു. അതുപോലെ രാജ്യത്തെ വലിയ വ്യവസായികളും ബാങ്കർമാരും എസ്സേയെ പേടിച്ചിരുന്നു. കാരണം എസ്സേയിലെ പലർക്കും കുറച്ചുകൂടി സോഷ്യലിസ്റ്റ് ചിന്തകളുണ്ടായിരുന്നു. വലിയ ഫാക്ടറികളും ബാങ്കുകളുമെല്ലാം ദേശസാൽക്കരിക്കണം, സ്വത്തെല്ലാം പൊതുവാക്കണം എന്നൊക്കെ അവർ സംസാരിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ ഹിറ്റ്ലറിന് പണം നൽകി അധികാരത്തിലേറ്റിയ വ്യവസായികൾക്ക് പേടിയായി. അവർ ഹിറ്റ്ലറിനോട് പരാതിപ്പെട്ടു. അങ്ങനെ ഹിറ്റ്ലർ ഒരു ധർമ്മസങ്കടത്തിലായി. ഒരു വശത്ത് തന്റെ പഴയ സുഹൃത്തും പാർട്ടിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചവനുമായ റോമും അവന്റെ ലക്ഷക്കണക്കിന് വരുന്ന എസ്സേ സൈന്യവും, മറുവശത്ത് തനിക്ക് അധികാരം നിലനിർത്താൻ അത്യാവശ്യമായ ജർമ്മൻ സൈന്യവും വ്യവസായ പ്രമുഖരും. ഇവരിൽ ആരെ തെരഞ്ഞെടുക്കണം? ഈ അവസരം മുതലെടുത്ത് ഹിറ്റ്ലറുടെ സർക്കിളിലെ മറ്റ് രണ്ടുപേർ കളത്തിലിറങ്ങി. ഒരാൾ എസ്എസിന്റെ തലവനായ ഹീൻറിച്ച് ഹിംലർ, മറ്റൊരാൾ പ്രഷ്യയുടെ ആഭ്യന്തരമന്ത്രിയും അതിശക്തനുമായ ഹെർമൻ ഗോറിംഗ്. ഇവർ രണ്ടുപേർക്കും റോമിനെ കടുത്ത അസൂയയായിരുന്നു. റോമിന്റെ കയ്യിലുള്ള ഭീമാകാരമായ എസ്സേ എന്ന ശക്തിയെ അവർ ഭയന്നു. റോം ഉള്ളിടത്തോളം കാലം തങ്ങൾക്ക് പാർട്ടിയിൽ രണ്ടാമനാകാൻ കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവർ ഹിറ്റ്ലറിന്റെ ചെവിയിൽ വിഷം കുത്തിവെക്കാൻ തുടങ്ങി. ഫ്യൂറർ, നിങ്ങൾ റോമിനെ സൂക്ഷിക്കണം. അവൻ നിങ്ങളെക്കാൾ വലിയവനാണെന്ന് ഭാവിക്കുന്നു. അവൻ രഹസ്യമായി നിങ്ങൾക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. അവൻ നിങ്ങളെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റി സ്വയം അധികാരം പിടിക്കാൻ പദ്ധതിയിടുന്നു. എസ്സേയിലെ പലരും നിങ്ങളോടല്ല, റോമിനോടാണ് കൂറുപുലർത്തുന്നത് എന്നവർ വ്യാജരേഖകളും കെട്ടിച്ചമച്ച കഥകളുമുണ്ടാക്കി ഹിറ്റ്ലറെ കാണിച്ചു. ആദ്യം ഹിറ്റ്ലർ അത് വിശ്വസിച്ചില്ല. റോം തന്റെ വിശ്വസ്തനാണെന്ന് അവൻ കരുതി. പക്ഷേ പതിയെ പതിയെ അവന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് മുളച്ചു. റോം ഒരു പരസ്യമായി തന്നെ പല കാര്യങ്ങളിലും ഹിറ്റ്ലറെ വിമർശിക്കാൻ തുടങ്ങിയിരുന്നു. ഹിറ്റ്ലർ ഇപ്പോൾ പഴയ പ്രമാണികളുടെയും വ്യവസായികളുടെയും കളിപ്പാവയായി മാറി. വിപ്ലവം പൂർത്തിയായിട്ടില്ല എന്നൊക്കെ റോം തന്റെ സുഹൃത്തുക്കളോട് പറയാമായിരുന്നു. ഈ വാക്കുകൾ ഹിറ്റ്ലറിന്റെ ചെവിയിലുമെത്തി. അതോടെ അവന്റെ സംശയം ഉറച്ചു. റോം ഒരു ഭീഷണിയാണ്. അവനെ ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ നാളെ അവൻ എന്നെ ഇല്ലായ്മ ചെയ്യും. അതേസമയം പ്രസിഡന്റ് ഹിൻഡൻബർഗിന്റെ ആരോഗ്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഏതു നിമിഷം മരിക്കാം. ഹിൻഡൻബർഗ് മരിച്ചാൽ ആ പ്രസിഡന്റ് പദവി കൂടി തനിക്ക് വേണമെന്ന് ഹിറ്റ്ലർ ആഗ്രഹിച്ചു. ചാൻസലറും പ്രസിഡന്റും ഒരാൾ തന്നെയായാൽ പിന്നെ അവനെ വെല്ലാൻ ആരുമുണ്ടാകില്ല. പക്ഷേ സൈന്യം അതിന് സമ്മതിക്കണമെങ്കിൽ അവർക്ക് തന്നിൽ പൂർണ്ണ വിശ്വാസം വരണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ. സൈന്യം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എസ്സേയെയും റോമിനെയും തകർക്കുക, സൈന്യത്തിന്റെ വിശ്വാസം നേടുക, പകരം പ്രസിഡന്റ് പദവി ഉറപ്പിക്കുക. ഇതൊരു കച്ചവടമായിരുന്നു. അങ്ങനെ ഹിറ്റ്ലർ ഒരു തീരുമാനമെടുത്തു. റോമിനെയും എസ്സേ നേതൃത്വത്തെയും പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക. അതിനായി ഹിംലറിന്റെ എസ്എസും ഗോറിങ്ങിന്റെ ഗെസ്റ്റപ്പോയും ചേർന്ന് ഒരു രഹസ്യ പദ്ധതി തയ്യാറാക്കി. അതിനവർ പേരിട്ടത് ഓപ്പറേഷൻ ഹമ്മിംഗ് ബേർഡ് എന്നായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ ആ സംഭവം അറിയപ്പെട്ടത് മറ്റൊരു പേരിലാണ്: നീണ്ട കടാരകളുടെ നാട്ട്, അഥവാ നൈറ്റ് ഓഫ് ദി ലോങ് നൈവ്സ്. 1934 ജൂൺ 30 ഹിറ്റ്ലർ റോമിനോടും മറ്റ് എസ്സേ നേതാക്കന്മാരോടും ബവേറിയയിലെ ബാഡ് വീസി എന്നൊരു റിസോർട്ടിൽ വരാൻ ആവശ്യപ്പെട്ടു. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നായിരുന്നു വാഗ്ദാനം. അതൊരു കെണിയായിരുന്നു. ആ രാത്രി ഹിറ്റ്ലർ വ്യക്തിപരമായി തന്നെ ആ ഓപ്പറേഷന് നേതൃത്വം നൽകി.
അവനൊരു വിമാനത്തിൽ മ്യൂണിക്കിലെത്തി. അവിടെ നിന്ന് കാറുകളുടെ ഒരു വ്യൂഹത്തിൽ നേരെ ബാഡ് വീസിയിലേക്ക് പാഞ്ഞു. പുലർച്ചെ നേതാക്കന്മാർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഹിറ്റ്ലറും ഭടന്മാരും ആ ഹോട്ടൽ വളഞ്ഞു. അവർ വാതിലുകൾ ചവിട്ടിത്തുറന്ന് അകത്ത് കയറി. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റ റോമിനെയും മറ്റുള്ളവരെയും അവർ തോക്കിൻ മുനയിൽ നിർത്തി. നിങ്ങൾ രാജ്യദ്രോഹികളാണ്, ഹിറ്റ്ലർ റോമിന്റെ മുഖത്ത് നോക്കി അലറി. അതേസമയം ബെർലിനിലും മറ്റു നഗരങ്ങളിലും ഗോറിങ്ങിന്റെയും ഹിംലറുടെയും നേതൃത്വത്തിൽ യുടെ പ്രധാന നേതാക്കന്മാരെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യാനും വെടിവെച്ചു കൊല്ലാനും തുടങ്ങി. അടുത്ത 3 ദിവസത്തേക്ക് ജർമ്മനിയിൽ നിയമം ന്റെ തോക്കിൻ മുനയിലായിരുന്നു. വിചാരണയില്ല, കോടതിയില്ല. സംശയമുള്ളവരെയെല്ലാം അവർ കൊന്നൊടുക്കി. റോമിനെ മ്യൂണിക്കിലെ ഒരു ജയിലിലടച്ചു. ഹിറ്റ്ലർ അവനൊരവസരം കൊടുത്തു. ഒരു പിസ്റ്റൾ അവന്റെ സെല്ലിൽ വെച്ചിട്ട് പറഞ്ഞു, ഒന്നെങ്കിൽ സ്വയം വെടിവെച്ചു മരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കൊല്ലും. റോം അതിന് തയ്യാറായില്ല. എന്നെ കൊല്ലണമെങ്കിൽ അഡോൾഫ് തന്നെ നേരിട്ട് വന്ന് കൊല്ലട്ടെ എന്നവൻ പറഞ്ഞു. ഒടുവിൽ 2 ഓഫീസർമാർ അവന്റെ സെല്ലിൽ കയറി അവനെ വെടിവെച്ചു കൊന്നു. ഈ ശുദ്ധീകരണത്തിൽ നേതാക്കന്മാർ മാത്രമല്ല കൊല്ലപ്പെട്ടത്. ഹിറ്റ്ലറിന് പണ്ട് ശത്രുതയുണ്ടായിരുന്ന പലരെയും ഈ അവസരത്തിൽ അവർ ഇല്ലാതാക്കി. പഴയ ചാൻസലർ കുർട്ട് ഫോൺ ഷ്ലൈക്കർ, നാസി പാർട്ടിയിൽ നിന്ന് പിണങ്ങിപ്പോയ ഗ്രിഗർ സ്ട്രാസർ, ബിയർഹാൽ പുഷിനെ അടിച്ചമർത്താൻ നേതൃത്വം നൽകിയ ഗുസ്റ്റാവ് ഫോൺ കാർ, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ്. ഏകദേശം 200ഓളം പേരെങ്കിലും ആ 3 ദിവസങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. ഈ കൂട്ടക്കൊലയെ ഹിറ്റ്ലർ ന്യായീകരിച്ചത് റോം ഒരു വിപ്ലവത്തിന് ശ്രമിക്കുകയായിരുന്നുവെന്നും രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് താനിത് ചെയ്തതെന്നുമാണ്. ഈ രാജ്യത്തിന്റെ പരമോന്നത ന്യായാധിപൻ ഞാനായിരുന്നു ആ നിമിഷങ്ങളിൽ എന്നവൻ പ്രഖ്യാപിച്ചു. ഈ സംഭവം 2 കാര്യങ്ങൾ ഉറപ്പിച്ചു. ഒന്ന്, നാസി പാർട്ടിക്കുള്ളിൽ ഇനി ഹിറ്റ്ലറിന് ഒരു എതിരാളിയില്ല. യുടെ ശക്തി പൂർണ്ണമായി തകർന്നു. പകരം ഹിംലറുടെ പാർട്ടിയുടെയും രാജ്യത്തിന്റെയും ഏറ്റവും ശക്തമായ സായുധ വിഭാഗമായി മാറി. 2, ജർമ്മൻ സൈന്യം ഹിറ്റ്ലറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ ഇല്ലാതാക്കിയതിന് അവർ ഹിറ്റ്ലറിനോട് നന്ദിയുള്ളവരായിരുന്നു. ഈ സംഭവത്തിന് കൃത്യം ഒരു മാസത്തിനു ശേഷം 1934 ഓഗസ്റ്റ് 2-ന് പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചു. സൈന്യത്തിന്റെ പിന്തുണയോടെ ഹിറ്റ്ലർ ചാൻസലർ പ്രസിഡന്റ് പദവികൾ ഒന്നായി ലയിപ്പിച്ചു. എന്നിട്ട് സ്വയം ഒരു പുതിയ പദവി സ്വീകരിച്ചു, ഫ്യൂററും റൈക്ക് ചാൻസലറും. ജർമ്മൻ രാഷ്ട്രത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത പരമാധികാരിയായ നേതാവ്. സൈന്യം പുതിയൊരു പ്രതിജ്ഞയെടുത്തു. അവർ രാജ്യത്തോടോ ഭരണഘടനയോടോ അല്ല പ്രതിജ്ഞയെടുത്തത്. അവർ അഡോൾഫ് ഹിറ്റ്ലർ എന്ന വ്യക്തിയോട് കൂറു പ്രഖ്യാപിച്ചു. ഹിറ്റ്ലർ ജർമ്മനിയുടെ സമ്പൂർണ്ണ അധികാരിയായതോടെ രാജ്യത്തിന്റെ ഭാവം തന്നെ മാറി. ഒരു വശത്ത് ഒരുതരം അടിച്ചമർത്തപ്പെട്ട നിശബ്ദത, മറുവശത്ത് ഒരു കൃത്രിമമായ ആവേശവും ആഘോഷവും. ഈ 2 കാര്യങ്ങളും ഒരേ സമയം കൊണ്ടുപോകുന്നതിൽ അവനൊരു പ്രത്യേക കഴിവ് കാണിച്ചു. ആദ്യം അവൻ ജനങ്ങൾക്ക് അവരാഗ്രഹിച്ച ചില കാര്യങ്ങൾ കൊടുത്തു. അതിലേറ്റവും പ്രധാനം ജോലിയായിരുന്നു. മഹാമാന്ദ്യം കാരണം പണിയില്ലാതെ തെണ്ടി നടന്ന ലക്ഷക്കണക്കിന് ചെക്കന്മാർക്ക് അവൻ പണി കൊടുത്തു. എങ്ങനെ? അവൻ രാജ്യത്ത് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. അതിലേറ്റവും പ്രശസ്തമായത് ഓട്ടോബാൻ എന്ന എക്സ്പ്രസ് ഹൈവേ ശൃംഖലയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു 4-വരിപ്പാത വരുന്നതുപോലെ ജർമ്മനിയുടെ ഒരറ്റത്തുനിന്ന് മറ്റേറ്റത്തേക്ക് വണ്ടിയോടിക്കാൻ പറ്റുന്ന ലോകോത്തര നിലവാരമുള്ള റോഡുകൾ. ആയിരക്കണക്കിന് പേർക്ക് ഈ റോഡ് പണിയിൽ ജോലി കിട്ടി. അതുപോലെ അവൻ വലിയ സർക്കാർ കെട്ടിടങ്ങളും സ്റ്റേഡിയങ്ങളും ഫാക്ടറികളും പണിയാൻ തുടങ്ങി. പോരാത്തതിന് വോക്സ് വാഗൻ അഥവാ ജനങ്ങളുടെ കാർ എന്നൊരു പദ്ധതി തുടങ്ങി. ഓരോ സാധാരണ ജർമ്മൻകാരനും സ്വന്തമായൊരു കാർ വാങ്ങാൻ കഴിയണം എന്നതായിരുന്നു സ്വപ്നം. ഇന്ന് ലോകം മുഴുവൻ ഓടുന്ന ബീറ്റിൽ കാറിന്റെ തുടക്കം അതായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ സാധാരണ ജനങ്ങൾക്ക് സന്തോഷമായി. ആഹാ, ഈ മനുഷ്യൻ വന്നതുകൊണ്ട് നാരാക്കൊരു ഗുണമുണ്ടായി. പട്ടിണി മാറ്റി, എല്ലാവർക്കും ജോലിയും കൂലിയുമായി. പക്ഷേ ഈ സാമ്പത്തിക വളർച്ചയുടെ പുറകിൽ ഒരു കറുത്ത രഹസ്യമുണ്ടായിരുന്നു. ഈ പണമൊക്കെ എവിടെ നിന്ന് വന്നു? ഭൂരിഭാഗവും വന്നത് ആയുധനിർമ്മാണത്തിൽ നിന്നായിരുന്നു. വേഴ്സായി ഉടമ്പടി കാറ്റിൽ പറത്തി ഹിറ്റ്ലർ രഹസ്യമായി ജർമ്മനിയെ വീണ്ടും ആയുധമണിയിക്കാൻ തുടങ്ങി. ടാങ്കുകളും വിമാനങ്ങളും തോക്കുകളും നിർമ്മിക്കുന്ന ഫാക്ടറികൾ രാവും പകലും പ്രവർത്തിച്ചു. ഈ ഫാക്ടറികളിലാണ് കൂടുതൽ പേർക്കും ജോലി കിട്ടിയത്. അതായത് ജർമ്മനിയുടെ സാമ്പത്തിക വ്യവസ്ഥ പടുത്തുയർത്തിയത് സമാധാനത്തിന്റെ മുകളിലായിരുന്നില്ല, ഒരു ഭാവി യുദ്ധത്തിന്റെ അടിത്തറയിലായിരുന്നു. സാമ്പത്തികമായി രാജ്യത്തെ മാറ്റുന്നതിനോടൊപ്പം അവൻ സമൂഹത്തെയും അടിമുടി മാറ്റാൻ ശ്രമിച്ചു. അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അടുത്ത തലമുറയായിരുന്നു. കുട്ടികളുടെ തലച്ചോറ് ചെറുപ്പത്തിലേ പിടിച്ചെടുക്കണം. അവർ വളർന്നു വരുമ്പോൾ അവർക്ക് മാതാപിതാക്കളോടോ പഴയ സംസ്കാരത്തോടോ അല്ല, തന്നോടും നാസി പാർട്ടിയോടും മാത്രമായിരിക്കണം കൂറ്. അതിനായി അവൻ 2 സംഘടനകൾക്ക് രൂപം കൊടുത്തു. ആൺകുട്ടികൾക്കായി ഹിറ്റ്ലർ യൂത്ത്, പെൺകുട്ടികൾക്കായി ലീഗ് ഓഫ് ജർമ്മൻ ഗേൾസ്. 10 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഈ സംഘടനകളിൽ ചേരുന്നത് നിർബന്ധമാക്കി.
സ്കൂളിൽ കണക്കു പഠിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഓട്ടത്തിനും ചാട്ടത്തിനും മാർച്ച് ചെയ്യാനും പിന്നെ നാസി ആശയങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നതിനും കൊടുത്തു. ആൺകുട്ടികളെ അവർ ചെറിയ പട്ടാളക്കാരായിട്ടാണ് വളർത്തിയത്. കായിക പരിശീലനം, തോക്കുപയോഗിക്കാനുള്ള ചെറിയ പരിശീലനങ്ങൾ, ഭൂപടം നോക്കി വഴികണ്ടെത്തൽ, പിന്നെ ഫ്യൂററായ ഹിറ്റ്ലറിനു വേണ്ടി മരിക്കാൻ തയ്യാറാകാനുള്ള മാനസിക പരിശീലനം. പെൺകുട്ടികളെ പഠിപ്പിച്ചത് നിങ്ങൾ നല്ല അമ്മമാരാകണം, വംശീയമായി ശുദ്ധിയുള്ള ആരോഗ്യമുള്ള ഒരുപാട് കുട്ടികളെ പ്രസവിച്ച് രാജ്യത്തിന് നൽകണം, നല്ലൊരു വീട് നോക്കി നടത്തണം എന്നൊക്കെയാണ്. ചുരുക്കത്തിൽ കുട്ടികളുടെ ലോകം അവരുടെ വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പാർട്ടിയിലേക്ക് പറിച്ചു നടപ്പെട്ടു. മാതാപിതാക്കൾ പറയുന്നതിനേക്കാൾ അവർ വിശ്വസിച്ചത് അവരുടെ യൂത്ത് ലീഡർമാർ പറയുന്നതായിരുന്നു. സ്വന്തം മാതാപിതാക്കൾ വീട്ടിലിരുന്ന് സർക്കാരിനെ വിമർശിച്ചാൽ അത് പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോലും കുട്ടികളെ അവർ പഠിപ്പിച്ചു. അതൊരു ഭീകരമായ തലമുറയെ വാർത്തെടുക്കലായിരുന്നു. ഈ മുഖമൂടിയുടെ മറുവശത്ത് അവൻ തന്റെ യഥാർത്ഥ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ജൂതന്മാർക്കെതിരായ നിയമപരമായ അടിച്ചമർത്തൽ. 1935 ന്യൂറംബർഗ് എന്ന നഗരത്തിൽ വെച്ച് നടന്ന വലിയ നാസി പാർട്ടി റാലിയിൽ അവൻ 2 കരിനിയമങ്ങൾ പ്രഖ്യാപിച്ചു. ചരിത്രത്തിൽ അവ ന്യൂറംബർഗ് നിയമങ്ങൾ എന്നറിയപ്പെടുന്നു. ആദ്യത്തെ നിയമം റൈക്ക് പൗരത്വ നിയമം. അതനുസരിച്ച് ജർമ്മനിയിൽ 2 തരം മനുഷ്യരുണ്ടായി. ഒന്ന്, പൗരന്മാർ, അതായത് ജർമ്മൻ രക്തമോ അതുമായി ബന്ധപ്പെട്ട രക്തമോ ഉള്ളവർ. അവർക്ക് മാത്രമേ പൂർണ്ണമായ രാഷ്ട്രീയ അവകാശങ്ങളുണ്ടാകൂ. 2, വിഷയങ്ങൾ, അതായത് ജൂതന്മാരെപ്പോലുള്ള മറ്റുള്ളവർ. അവർ രാജ്യത്തെ താമസക്കാർ മാത്രമാണ്. അവർക്ക് പൗരത്വമില്ല, വോട്ടവകാശമില്ല, സർക്കാർ ജോലി ചെയ്യാൻ അവകാശമില്ല. ഒറ്റയടിക്ക് ലക്ഷക്കണക്കിന് ജൂതന്മാർ തങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ രണ്ടാംകിട മനുഷ്യരായി, ഒരു അവകാശവുമില്ലാത്തവരായി നിയമപരമായി പ്രഖ്യാപിക്കപ്പെട്ടു. രണ്ടാമത്തെ നിയമം അതിലും ക്രൂരമായിരുന്നു. ജർമ്മൻ രക്തത്തിന്റെയും ജർമ്മൻ അഭിമാനത്തിന്റെയും സംരക്ഷണത്തിനുള്ള നിയമം. ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ജർമ്മൻ ബ്രെഡ് ആൻഡ് ജർമ്മൻ ഓണർ. ഈ നിയമം ജൂതന്മാരും ജർമ്മൻകാരും തമ്മിലുള്ള വിവാഹങ്ങളും ലൈംഗിക ബന്ധങ്ങളും നിരോധിച്ചു. അതൊരു വംശീയ മലിനീകരണമായി കണക്കാക്കപ്പെട്ടു. നിയമം ലംഘിക്കുന്നവർക്ക് കഠിനമായ തടവുശിക്ഷ. അതായത് നിങ്ങളുടെ വീട്ടിലെ കല്യാണം പോലും ഗവൺമെന്റ് തീരുമാനിക്കുമെന്നർത്ഥം. ഈ നിയമങ്ങൾ വഴി ജൂതന്മാരെ നിയമപരമായി സമൂഹത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളിമാറ്റി. അവരെ മനുഷ്യരായി പോലും കാണാത്തവരവസ്ഥ സൃഷ്ടിച്ചു. ഇതെല്ലാം രാജ്യത്തിനകത്ത് നടക്കുമ്പോൾ ഹിറ്റ്ലറിന്റെ കണ്ണു പുറത്തേക്കായിരുന്നു. അവൻ പതിയെ അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിക്കാൻ തുടങ്ങി. ഒന്നാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ച വേഴ്സായ് ഉടമ്പടിയെ അവൻ ഒരു കടലാസുതുണ്ട് എന്ന് പുച്ഛത്തോടെ വിളിച്ചു. 1935 അവൻ ആ ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ ലംഘിച്ചു. ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവനം പുനരാരംഭിച്ചു. ജർമ്മൻ സൈന്യത്തിന്റെ അംഗബലം 1,00,000 നിന്ന് 5,50,000 ലക്ഷമായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചു. ബ്രിട്ടനും ഫ്രാൻസും ഇതിനെതിരെ പ്രസ്താവനയിറക്കി, ആശങ്ക പ്രകടിപ്പിച്ചു. പക്ഷേ ഒരു ചെറുവിരൽ അനക്കിയില്ല. ഇത് ഹിറ്റ്ലറിന് വലിയൊരു ആത്മവിശ്വാസം നൽകി. ഇവന്മാരൊക്കെ വെറും വാചകം മടിയാണ്, കാര്യത്തിന്റെ കാര്യത്തിൽ പൂജ്യമാണ് എന്നവനു മനസ്സിലായി. അവന്റെ അടുത്ത ഏറ്റവും വലിയ ചൂതാട്ടം 1936 മാർച്ചിലായിരുന്നു. വേഴ്സായ് ഉടമ്പടി പ്രകാരം ജർമ്മനിയുടെ റൈൻലാൻഡ് എന്ന പ്രദേശം ഒരു സൈനികരഹിത മേഖലയായിരുന്നു. അതായത് ജർമ്മനിക്ക് അവിടെ ഒരു പട്ടാളക്കാരനെ പോലും നിർത്താൻ പാടില്ലായിരുന്നു. ഫ്രാൻസിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനായിരുന്നു ഈ നിയമം. ഹിറ്റ്ലർ ആ നിയമം ലംഘിക്കാൻ തീരുമാനിച്ചു. അതൊരു ഭയങ്കര റിസ്ക്കായിരുന്നു. 1936 മാർച്ച് 7 ഒരു ശനിയാഴ്ച രാവിലെ ചെറിയൊരു സംഘം ജർമ്മൻ സൈനികർ റൈൻ നദി കടന്ന് റൈൻലാൻഡിലേക്ക് മാർച്ച് ചെയ്തു. ഹിറ്റ്ലറിന്റെ നെഞ്ചിൽ തീയായിരുന്നു. അവന്റെ ജനറൽമാരെല്ലാം പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു. കാരണം അന്ന് ജർമ്മൻ സൈന്യം വളരെ ദുർബലമായിരുന്നു. ഫ്രഞ്ച് സൈന്യം വിചാരിച്ചാൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ജർമ്മൻ സൈന്യത്തെ തുരത്തി ഓടിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് ഹിറ്റ്ലർ തന്റെ സൈനികർക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. ഫ്രഞ്ചുകാർ ഒരടി മുന്നോട്ട് വെച്ചാൽ ഒരു വെടിപോലും ഉതിർക്കാതെ നമ്മൾ പട്ടിലെപ്പോലെ വാലു താഴ്ത്തി തിരിച്ചു പോരണം. ആ 48 മണിക്കൂർ യൂറോപ്പിന്റെ ശ്വാസം നിലച്ച നിമിഷങ്ങളായിരുന്നു. ലോകം മുഴുവൻ പാരീസിലേക്കുറ്റുനോക്കി. ഫ്രാൻസ് എന്തു ചെയ്യും? പക്ഷേ ഫ്രാൻസ് ഒന്നും ചെയ്തില്ല. അവർക്ക് സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ പേടിയായിരുന്നു. അവർ ബ്രിട്ടനെ നോക്കി. ബ്രിട്ടൻ പറഞ്ഞു, അതിപ്പോ ജർമ്മൻകാർ അവരുടെ സ്വന്തം മുറ്റത്തേക്കല്ലേ കയറിപ്പോയത്, അതിനിത്ര ബഹളമുണ്ടാക്കണോ? ആരും പ്രതികരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഹിറ്റ്ലറിന്റെ ആത്മവിശ്വാസം വാനോളമുയർന്നു. അവന്റെ ഏറ്റവും വലിയ ചൂതാട്ടം വിജയിച്ചിരിക്കുന്നു. ജർമ്മനിയിൽ അവനൊരു ദൈവത്തെപ്പോലെയായി. വേഴ്സായ് ഉടമ്പടിയുടെ അവസാനത്തെ ചങ്ങലയും പൊട്ടിച്ചെറിഞ്ഞ ഹീറോ. അവൻ പിന്നീട് പറഞ്ഞു,
എന്റെ ജീവിതത്തിലെ ഏറ്റവും ടെൻഷൻ അടിക്കുന്ന 48 മണിക്കൂറായിരുന്നു അത് എന്ന്. പക്ഷേ ജയിച്ചപ്പോൾ അവൻ ഒരു കാര്യം പഠിച്ചു. ഈ പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങൾ ദുർബലരാണ്, ഭീരുക്കളാണ്. അവർ യുദ്ധത്തെ ഭയക്കുന്നു. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ടു പോയാൽ ഒന്നിനു പുറകെ ഒന്നായി തനിക്ക് ഓരോന്നും വെട്ടിപ്പിടിക്കാം എന്നവനു മനസ്സിലായി. അതേ വർഷം 1936 ബെർലിനിൽ ഒളിമ്പിക്സ് നടന്നു. ലോകത്തിനു മുന്നിൽ തന്റെ പുതിയ ജർമ്മനിയെ പ്രദർശിപ്പിക്കാനുള്ള ഒരു സുവർണാവസരമായി ഹിറ്റ്ലർ അതിനെ കണ്ടു. ബെർലിൻ നഗരം മനോഹരമായി അലങ്കരിച്ചു. ജൂതവിരുദ്ധ പോസ്റ്ററുകളെല്ലാം താൽക്കാലികമായി എടുത്തുമാറ്റി. ലോകം മുഴുവൻ വന്ന കായിക താരങ്ങളെയും പത്രപ്രവർത്തകരെയും ജർമ്മനി സ്നേഹത്തോടെ സ്വീകരിച്ചു. പുറമെ നിന്ന് നോക്കിയവർക്ക് ജർമ്മനി ഒരു സമാധാനപ്രിയരായ, പുരോഗമിച്ച, സന്തോഷമുള്ള ഒരു രാജ്യമായി തോന്നി. പക്ഷേ ആ തിളങ്ങുള്ള പുറംചട്ടയ്ക്കുള്ളിൽ ഒരഴുകിയ കാമ്പുണ്ടായിരുന്നു, ഭയത്തിന്റെ കാമ്പ്. ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് രാജ്യത്തെ ഒരു ചിലന്തിവല പോലെ മൂടി. ആര് എന്ത് സംസാരിക്കുന്നു, ആര് ആരോട് കൂട്ടുകൂടുന്നു, ആര് സർക്കാരിനെതിരെ ഒരു നോട്ടം കൊണ്ടുപോലും പ്രതിഷേധിക്കുന്നു എന്ന് കണ്ടെത്താൻ അവർക്ക് എല്ലായിടത്തും കണ്ണും കാതുമുണ്ടായിരുന്നു. ഒരു വീട്ടിൽ അപ്പനും മക്കളും സംസാരിക്കുന്നതുപോലും സുരക്ഷിതമല്ലാതായി. ഇന്ന് നിന്റെ കൂടെ ചായ കുടിക്കുന്ന സുഹൃത്ത് നാളെ നിന്നെ ഒറ്റിക്കൊടുക്കുന്ന ഒരു ഗസ്റ്റപ്പോ ചാരനാകാം. ഈ ഒരു ഭയം കാരണം ആളുകൾ മനസ്സു തുറന്ന് സംസാരിക്കുന്നത് നിർത്തി. എല്ലാവരും മുഖത്തൊരു കൃത്രിമ ചിരി ഒട്ടിച്ചുവെച്ച് നടന്നു. ഇതോടൊപ്പം കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ എണ്ണം കൂടി. ഡാഖാവുവിനു പുറമെ ബുക്കൻവോൾഡ് പോലെയുള്ള പുതിയ, കൂടുതൽ ഭീകരമായ ക്യാമ്പുകൾ തുറന്നു. ഈ ക്യാമ്പുകൾ ഒരു സമാന്തര ലോകം പോലെയായിരുന്നു. അവിടെ ജർമ്മൻ നിയമം ബാധകമല്ലായിരുന്നു. SS ഗാർഡുകളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു കാര്യങ്ങൾ. തടവുകാരെ അവർ മനുഷ്യരായി കണ്ടിരുന്നില്ല, വെറും നമ്പറുകൾ. അവരെ പട്ടിണിക്കിട്ടു, എല്ല് നുറുങ്ങി പണിയെടുപ്പിച്ചു. ചെറിയ തെറ്റുകൾക്ക് പോലും അതിക്രൂരമായി ശിക്ഷിച്ചു. ആളുകളെ തല്ലിക്കൊല്ലുന്നത്, കൊടും തണുക്കത്ത് പുറത്തു നിർത്തി മരവിപ്പിച്ചു കൊല്ലുന്നത്, വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് ഗിനി പന്നികളെപ്പോലെ ഉപയോഗിക്കുന്നത് ഒക്കെ അവിടെ സാധാരണ സംഭവങ്ങളായിരുന്നു. ഈ ക്യാമ്പുകളെക്കുറിച്ചുള്ള ഭീകരമായ കഥകൾ പുറംലോകത്ത് പാട്ടായപ്പോൾ സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാനുള്ള ധൈര്യം പോലും സാധാരണക്കാർക്കില്ലാതായി. ഇങ്ങനെയൊക്കെ രാജ്യത്തിനകത്ത് ഒരു ഇരുമ്പുമറ സൃഷ്ടിച്ചുകൊണ്ട് ഹിറ്റ്ലറുടെ ശ്രദ്ധ പതിയെ അവന്റെ പഴയ സ്വപ്നത്തിലേക്ക് തിരിഞ്ഞു. മൈൻ ക്യാമ്പിൽ അവൻ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്തുള്ള എല്ലാ ജർമ്മൻകാരെയും ഒരൊറ്റ രാജ്യത്തിന്റെ, ഒരു മഹാജർമ്മനി, ഗ്രേറ്റർ ജർമ്മനിയുടെ കീഴിൽ കൊണ്ടുവരിക. അതിന്റെ ആദ്യത്തെ പടി താൻ ജനിച്ചു വളർന്ന ഓസ്ട്രിയയെ ജർമ്മനിയുമായി ലയിപ്പിക്കുക എന്നതായിരുന്നു. ഈ ലയനത്തിന് അവർ പറഞ്ഞ പേരാണ് അൻഷ്ലുസ് അഥവാ ചേർക്കൽ എന്നായിരുന്നു. അതവന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരുന്നില്ല, അതൊരു വ്യക്തിപരമായ പകവീട്ടൽ കൂടിയായിരുന്നു. പണ്ട് ഒരു പരാജയപ്പെട്ട കലാകാരനായി പട്ടിണി കോലമായി വിയന്നയിലെ തെരുവുകളിൽ അലഞ്ഞു നടന്നവനാണവൻ. അന്ന് അവനെ പുച്ഛിച്ചു തള്ളിയ അതേ നാട് ഇന്ന് ആ നാട്ടിലേക്ക് ഒരു ജേതാവായി, ഒരു ചക്രവർത്തിയെപ്പോലെ മടങ്ങിച്ചെല്ലണം. അതവന്റെ ഉള്ളിലൊരു വാശിയായിരുന്നു. അവൻ അതിനുള്ള കരുക്കൽ നീക്കി തുടങ്ങി. ഓസ്ട്രിയയിൽ ഒരു നാസി പാർട്ടിയുണ്ടായിരുന്നു. ഹിറ്റ്ലർ അവർക്ക് രഹസ്യമായി പണവും നിർദ്ദേശങ്ങളും നൽകി. നിങ്ങളവിടെ പ്രശ്നങ്ങളുണ്ടാക്കണം, ബഹളം, ലഹള, കുത്തിത്തിരിപ്പ്. ഓസ്ട്രിയൻ ഗവൺമെന്റിന് രാജ്യം ഭരിക്കാൻ കഴിവില്ലെന്ന് ലോകത്തിന് തോന്നണം. അവന്റെ നിർദ്ദേശപ്രകാരം ഓസ്ട്രിയൻ നാസികൾ അവിടെ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. ഓസ്ട്രിയൻ ചാൻസലർ കുർത്ത് ഷുഷ്നിക് ഒരു പാവം മനുഷ്യനായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഒതുക്കിത്തീർക്കാൻ അയാൾ ഹിറ്റ്ലറുമായൊരു ചർച്ചയ്ക്ക് തയ്യാറായി. 1938 ഫെബ്രുവരിയിൽ അയാൾ ഹിറ്റ്ലറെ കാണാൻ ജർമ്മനിയിലെ ബെർഗ്ഡസ്ഗാർഡൻ എന്ന സ്ഥലത്തെത്തി. അതൊരു ചർച്ചയായിരുന്നില്ല, അതൊരു വിരട്ടലായിരുന്നു. ഹിറ്റ്ലർ അയാളെ ഒരു മുറിയിൽ തനിച്ചാക്കി മണിക്കൂറുകളോളം അലറി. നിങ്ങളെയും നിങ്ങളുടെയും നാറിയ രാജ്യം ഓസ്ട്രിയയെയും ഒരു നിമിഷം കൊണ്ട് ഞാൻ ചവിട്ടിയരയ്ക്കും. എന്റെ സൈന്യം അതിർത്തിയിൽ തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ വിയന്ന ഒരു പുകയുന്ന ചാരക്കൂമ്പാരമായിരിക്കും. പേടിച്ചു വിറച്ച ഷുഷ്നികിന്റെ മുന്നിൽ ഹിറ്റ്ലർ ഒരു ലിസ്റ്റ് വെച്ചു. ഓസ്ട്രിയൻ നാസി പാർട്ടിയുടെ നിരോധനം നീക്കണം, ജയിലിലുള്ള എല്ലാ നാസികളെയും മോചിപ്പിക്കണം, ഏറ്റവും പ്രധാനമായി ആർത്തർ സെയ്സ് ഇൻക്വാട്ട് എന്നൊരു കട്ട നാസിയെ ഓസ്ട്രിയയുടെ ആഭ്യന്തരമന്ത്രിയാക്കണം. അതായത് പോലീസിന്റെയും സുരക്ഷാസേനയുടെയും പൂർണ്ണ നിയന്ത്രണം ഒരു നാസിയുടെ കയ്യിൽ കൊടുക്കണം. ഗത്യന്തരമില്ലാതെ ഷുഷ്നിക കരാറിൽ ഒപ്പുവെച്ചു. നമ്മുടെ നാട്ടിലെ ഒരു വമ്പൻ കോൺട്രാക്ടർ ഒരു പാവം പറമ്പുടമയെ ഭീഷണിപ്പെടുത്തി തുച്ഛമായ വിലയ്ക്ക് സ്ഥലമെഴുതി വാങ്ങിക്കുന്നതുപോലൊരു ഏർപ്പാടായിരുന്നു അത്. പക്ഷേ നാട്ടിൽ തിരിച്ചെത്തിയ ഷുഷ്നികൊരു അവസാന ശ്രമം നടത്തി. അയാൾ ഓസ്ട്രിയൻ ജനതയുടെ അഭിപ്രായം തേടാൻ തീരുമാനിച്ചു. ഒരു ഹിതപരിശോധന, റെഫറണ്ടം പ്രഖ്യാപിച്ചു. ഓസ്ട്രിയ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണോ അതോ ജർമ്മനിയുമായി ലയിക്കണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇതറിഞ്ഞപ്പോൾ ഹിറ്റ്ലറുടെ തലയിൽ പിരാന്ത് കയറി. അവനുടൻ തന്നെ ഒരു അന്ത്യശാസനം നൽകി. ഹിതപരിശോധന റദ്ദാക്കണം, ഷുഷ്നിക് രാജിവെക്കണം, എന്നിട്ട് സെയ്സ് ഇൻക്വാർട്ടിനെ പുതിയ ചാൻസലറാക്കണം. ഇല്ലെങ്കിൽ ഞാൻ ആക്രമിക്കും. 1938 മാർച്ച് 11 ഓസ്ട്രിയൻ സൈന്യം ചെറുത്തുനിൽക്കില്ലെന്ന് ഉറപ്പായപ്പോൾ
ഷുഷ്നിക് വേദനയോടെ റേഡിയോയിലൂടെ തന്റെ രാജി പ്രഖ്യാപിച്ചു. ദൈവം ഓസ്ട്രിയയെ രക്ഷിക്കട്ടെ എന്ന വാക്കുകളോടെയാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. ഉടൻ തന്നെ പുതിയ ചാൻസലറായ സെയ്സ് ഇൻക്വാർട്ട് ഓസ്ട്രിയയിലെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ജർമ്മനിക്ക് ഒരു ക്ഷണക്കത്തയച്ചു. അത് ഹിറ്റ്ലർക്കു വേണ്ട ഒരു നിയമപരമായൊരു മറ മാത്രമായിരുന്നു. മാർച്ച് 12 രാവിലെ ജർമ്മൻ സൈന്യം ഓസ്ട്രിയൻ അതിർത്തി കടന്നു. അതൊരു യുദ്ധമായിരുന്നില്ല, ഒരു പരേഡ് പോലെയായിരുന്നു. വഴിനീളെ ആളുകൾ സ്വസ്തിക കൊടികൾ വീശി പൂക്കളെറിഞ്ഞ് അവരെ സ്വീകരിച്ചു. ഒരുപാട് ഓസ്ട്രിയക്കാർക്ക് ഇതൊരു സന്തോഷത്തിന്റെ നിമിഷമായിരുന്നു. ഒരേ ഭാഷ സംസാരിക്കുന്ന, ഒരേ സംസ്കാരമുള്ള 2 രാജ്യങ്ങൾ ഒന്നിക്കുന്നതിൽ അവർ അഭിമാനം കൊണ്ടു. 2 ദിവസത്തിനു ശേഷം ഹിറ്റ്ലർ വിയന്നയിൽ പ്രവേശിച്ചു. നഗരത്തിലെ ഹീറോ സ്ക്വയറിൽ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി അവൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും ആവേശകരമായ പ്രസംഗം നടത്തി. ഓസ്ട്രിയ ഇനി ജർമ്മൻ റെയ്ക്കിന്റെ ഭാഗമാണ് എന്നവൻ പ്രഖ്യാപിച്ചപ്പോൾ ജനക്കൂട്ടം ആർത്തുവിളിച്ചു. പണ്ടാരും ഗൗനിക്കാതെ നടന്നിരുന്ന അതേ തെരുവുകളിൽ അവനൊരു ദേവനെപ്പോലെ നിന്നു. അതവന്റെ മധുരപ്രതികാരമായിരുന്നു. പക്ഷേ ഈ ആഘോഷങ്ങളുടെയും ആർപ്പുവിളികളുടെയും മറുവശത്ത് ഒരു ഭീകരമായ ക്രൂരതയുടെ അധ്യായം തുറക്കുകയായിരുന്നു. ജർമ്മൻ സൈന്യം പ്രവേശിച്ച നിമിഷം മുതൽ ഓസ്ട്രിയൻ നാസികളും സാധാരണ ജനങ്ങളിലൊരു വിഭാഗവും അഴിഞ്ഞാടാൻ തുടങ്ങി. അവരുടെ വർഷങ്ങളായുള്ള വെറുപ്പ് മുഴുവൻ അവർ വിയന്നയിലെ ജൂതന്മാരുടെ മേൽ തീർത്തു. അതൊരു സംഘടിതമായ ക്രൂരതയായിരുന്നില്ല, അതൊരു ജനക്കൂട്ടത്തിന്റെ ഭ്രാന്തായിരുന്നു. അവർ ജൂതന്മാരുടെ കടകളും വീടുകളും കൊള്ളയടിച്ചു. വിലപിടിപ്പുള്ളതെല്ലാം എടുത്തുകൊണ്ടുപോയി. ജൂതന്മാരായ പ്രൊഫസർമാരെയും ഡോക്ടർമാരെയും വക്കീലന്മാരെയുമെല്ലാം അവർ നടുറോഡിലിട്ടു മർദ്ദിച്ചു. അവരുടെ താടിരോമങ്ങൾ പിടിച്ചുവലിച്ചു മുറിച്ചു. ഏറ്റവും ക്രൂരമായ കാഴ്ച റൈ പാർട്ടി എന്നറിയപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. അതിന്റെ അർത്ഥം ഉരച്ചുമായിക്കുന്ന സംഘം എന്നാണ്. ഷുണിഗിനെ പിന്തുണച്ചവർ തെരുവിലെഴുതിയ മുദ്രാവാക്യങ്ങൾ മായ്ക്കാൻ അവർ ജൂതന്മാരെ നിർബന്ധിച്ചു. വെറും വെള്ളവും തുണിയും കൊണ്ടല്ല, വെറും കൈകൊണ്ടും ടൂത്ത് ബ്രഷ് കൊണ്ടും. പ്രായമായ സ്ത്രീകളും പുരുഷന്മാരും നടുറോഡിൽ മുട്ടിലിരുന്ന് ചുറ്റും നിന്ന് ആർത്തുവിളിക്കുന്ന ജനക്കൂട്ടത്തിന്റെ പരിഹാസമേറ്റുവാങ്ങി തെരുവ് വൃത്തിയാക്കുന്ന ആ കാഴ്ച മനുഷ്യത്വത്തിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു. ഒരുപാട് പേർക്ക് ഈ അപമാനം സഹിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വിയന്നയിൽ 100 കണക്കിന് ജൂതന്മാർ ആത്മഹത്യ ചെയ്തു. തങ്ങളുടെ ജീവിതം, സ്വത്ത്, അഭിമാനം എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടപ്പോൾ അവർക്കു മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. ലോകം ഈ സംഭവങ്ങളെ ഞെട്ടലോടെ നോക്കി നിന്നു. പക്ഷേ ആരും ഒന്നും ചെയ്തില്ല. ബ്രിട്ടനും ഫ്രാൻസും പതിവുപോലെ പ്രതിഷേധക്കുറിപ്പുകളിറക്കി. പക്ഷേ ഹിറ്റ്ലറിനെതിരെ ഒരു നടപടിയും എടുത്തില്ല. ഒരു അയൽരാജ്യത്തെ പട്ടാളത്തെ അയച്ച് വിഴുങ്ങിയിട്ടുപോലും ആരും ഒന്നും ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ ഹിറ്റ്ലറിന് ഒരു കാര്യം വ്യക്തമായി: ഇനി തനിക്കെന്തു വേണമെങ്കിലും ചെയ്യാം. തന്നെ തടയാൻ ഈ ലോകത്ത് ഒരു ശക്തിയുമില്ല. ഓസ്ട്രിയയെ ഒരു വെടിയുണ്ട പോലും പൊട്ടിക്കാതെ വിഴുങ്ങിയപ്പോൾ ഹിറ്റ്ലറുടെ വിശപ്പ് അടങ്ങിയില്ല, അത് കൂടി. അവന്റെ അടുത്ത ലക്ഷ്യം ചെക്കോസ്ലോവാക്യയായിരുന്നു. പക്ഷേ ഓസ്ട്രിയയെപ്പോലെ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ഇരയായിരുന്നില്ല ചെക്കോസ്ലോവാക്യ. അതൊരു ശക്തമായ ജനാധിപത്യ രാജ്യമായിരുന്നു. നല്ലൊരു സൈന്യമുണ്ടായിരുന്നു. മലനിരകളാൽ ചുറ്റപ്പെട്ട, പ്രതിരോധിക്കാൻ എളുപ്പമുള്ള ഒരു ഭൂപ്രദേശമായിരുന്നു. പോരാത്തതിന് ഫ്രാൻസുമായി അവർക്കൊരു സൈനിക സഖ്യവുമുണ്ടായിരുന്നു. അതായത്, ജർമ്മനി ചെക്കോസ്ലോവാക്യയെ ആക്രമിച്ചാൽ ഫ്രാൻസ് ജർമ്മനിയെ ആക്രമിക്കും. അതൊരു ലോകമഹായുദ്ധത്തിന് കാരണമായേക്കാം. ഹിറ്റ്ലറിന് ഇതൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ നേരിട്ടൊരാക്രമണത്തിന് മുതിർന്നില്ല. പകരം ഓസ്ട്രിയയിൽ പയറ്റിയ അതേ തന്ത്രം, പക്ഷേ കുറച്ചുകൂടി സൂക്ഷ്മമായി, അവൻ ഇവിടെയും പ്രയോഗിക്കാൻ തുടങ്ങി. ചെക്കോസ്ലോവാക്യയുടെ അതിർത്തിയിൽ സുഡറ്റൻലാൻഡ് എന്നൊരു പ്രദേശമുണ്ടായിരുന്നു. അവിടെ താമസിക്കുന്ന ഭൂരിപക്ഷം പേരും ജർമ്മൻ വംശജരായിരുന്നു. 1-ാം ലോകമഹായുദ്ധത്തിനു ശേഷം പുതിയ രാജ്യങ്ങൾ വരച്ചപ്പോൾ ഈ പ്രദേശം ചെക്കോസ്ലോവാക്യയുടെ ഭാഗമായി പോയതാണ്. ഹിറ്റ്ലർ ഈ സുഡറ്റൻ ജർമ്മൻകാരുടെ രക്ഷകനായി സ്വയം അവതരിച്ചു. അവൻ അവിടുത്തെ കോൺറാഡ് ഹെൻലൈൻ എന്ന നാസി നേതാവിന് നിർദ്ദേശം കൊടുത്തു: ചെക്ക് ഗവൺമെന്റിനോട് നിങ്ങൾക്കൊരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ആവശ്യങ്ങൾ ഉന്നയിക്കുക, എപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുക. സുഡറ്റൻ ജർമ്മൻകാർ ചെക്ക് ഭരണത്തിൻ കീഴിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുക. ഹെൻലൈനും അവന്റെ പാർട്ടിയും അത് കൃത്യമായി നടപ്പിലാക്കി. അവർ ലഹളകളുണ്ടാക്കി, ചെക്ക് ഗവൺമെന്റുമായി ചർച്ചകൾ നടത്തി. എന്നിട്ട് ഓരോ തവണയും പുതിയ പുതിയ ആവശ്യങ്ങൾ മുന്നോട്ടുവെച്ച് ചർച്ചകൾ അലങ്കോലപ്പെടുത്തി.
അതേസമയം ഗീബൽസിന്റെ പ്രചരണയന്ത്രം ജർമ്മനിയിൽ രാവും പകലും പ്രവർത്തിച്ചു. ജർമ്മനിയിൽ ജർമ്മൻ സ്ത്രീകളും കുട്ടികളും എങ്ങനെയാണ് തല്ലിച്ചതയ്ക്കപ്പെടുന്നതെന്നും അവരുടെ വീടുകൾ എങ്ങനെയാണ് കത്തിക്കപ്പെടുന്നതെന്നുമുള്ള കെട്ടുകഥകൾ അവർ പത്രങ്ങളിലും റേഡിയോയിലും നിറച്ചു. ഇത് കേട്ടപ്പോൾ സാധാരണ ജർമ്മൻകാർക്ക് ചെക്ക് ഗവൺമെന്റിനോട് കടുത്ത ദേഷ്യം തോന്നി. നമ്മുടെ സ്വന്തം ആൾക്കാരെ രക്ഷിക്കാൻ ഫ്യൂറർ എന്തെങ്കിലും ചെയ്യണം എന്നവർ ആഗ്രഹിച്ചു. 1938 വേനൽക്കാലത്തോടെ യൂറോപ്പിൽ ഒരു യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ഹിറ്റ്ലർ ഒരു പ്രസംഗത്തിൽ അലറി, സുഡറ്റൻ ജർമ്മൻകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവർക്ക് സ്വയം നിർണയാവകാശം വേണം. ചെക്ക് ഗവൺമെന്റ് ഇതിന് തയ്യാറായില്ലെങ്കിൽ ജർമ്മനി അവരെ സഹായിക്കാൻ നിർബന്ധിതരാകും. അതൊരു പച്ചയായ യുദ്ധഭീഷണിയായിരുന്നു. ഈ ഭീഷണി കേട്ട് ഏറ്റവും കൂടുതൽ പേടിച്ചത് ബ്രിട്ടനും ഫ്രാൻസുമായിരുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നെവിൽ ചേംബർലൈൻ. ചേംബർലൈൻ ഒരു നല്ല മനുഷ്യനായിരുന്നു, ഒരു സമാധാനപ്രേമി. പക്ഷേ അയാളൊരു ശുദ്ധനായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരത കണ്ട ഒരാളെന്ന നിലയിൽ മറ്റൊരു യുദ്ധം എന്തു വില കൊടുത്തും ഒഴിവാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഹിറ്റ്ലർ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനെ പോലെയാണെന്നും അയാളുമായി സംസാരിച്ച് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്താൽ പ്രശ്നം പരിഹരിക്കാമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഈ നയത്തെയാണ് ചരിത്രത്തിൽ അപ്പീസ്മെന്റ് അഥവാ പ്രീണന നയം എന്ന് വിളിക്കുന്നത്. വിശന്നു വരുന്ന കടുവയ്ക്ക് ഒരു കഷ്ണം ഇറച്ചി കൊടുത്താൽ അത് നമ്മളെ വെറുതെ വിടുമെന്നുള്ള ഒരുതരം മണ്ടൻ വിശ്വാസം. ചേംബർലൈൻ പ്രശ്നം പരിഹരിക്കാനായി സ്വന്തം നിലയ്ക്കൊരു ശ്രമം നടത്തി. 1938 സെപ്റ്റംബറിൽ തന്റെ 69-ാം വയസ്സിൽ ജീവിതത്തിൽ ആദ്യമായി വിമാനത്തിൽ കയറി അദ്ദേഹം ഹിറ്റ്ലറെ കാണാൻ ജർമ്മനിയിലേക്ക് പോയി. ഹിറ്റ്ലറുമായി സംസാരിച്ചപ്പോൾ, എനിക്ക് സുഡറ്റൻലാൻഡ് മാത്രം മതി, അത് കിട്ടിയാൽ പിന്നെ യൂറോപ്പിൽ എനിക്ക് വേറൊരു അവകാശവാദവുമില്ല എന്ന് ഹിറ്റ്ലർ പറഞ്ഞു. ഇത് കേട്ട ചേംബർലൈൻ ഫ്രാൻസിനെയും കൂട്ടി ചെക്കോസ്ലോവാക്കിയയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി. നിങ്ങൾ സുഡറ്റൻലാൻഡ് ജർമ്മനിക്ക് വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ ഒരു യുദ്ധമുണ്ടായാൽ ഞങ്ങൾ സഹായിക്കാനുണ്ടാകില്ല. ഗത്യന്തരമില്ലാതെ സ്വന്തം സുഹൃത്തുക്കൾ തന്നെ ചതിച്ചപ്പോൾ ചെക്ക് ഗവൺമെന്റ് വേദനയോടെ അതിന് സമ്മതിച്ചു. സന്തോഷത്തോടെ ചേംബർലൈൻ വീണ്ടും ഹിറ്റ്ലറെ കാണാൻ പോയി. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ സുഡറ്റൻലാൻഡ് തരാൻ ചെക്കുകൾ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ അപ്പോഴാണ് ഹിറ്റ്ലർ തനിനിറം കാണിച്ചത്. അവൻ പുതിയ ആവശ്യങ്ങൾ മുന്നോട്ടുവച്ചു. പോരാ, ഒക്ടോബർ 1-നകം ജർമ്മൻ സൈന്യം ആ പ്രദേശം കൈവശപ്പെടുത്തണം. അവിടെയുള്ള ഒരു സാധനവും ചെക്കുകൾ കൊണ്ടുപോകാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ ചേംബർലൈൻ ഞെട്ടി. ഇത് വെറുമൊരു പ്രദേശം വിട്ടുകൊടുക്കലല്ല, ഇതൊരു സമ്പൂർണ്ണ കീഴടങ്ങലാണ്. യൂറോപ്പ് ഒരു യുദ്ധത്തിന്റെ വക്കിലെത്തി. ചെക്കോസ്ലൊവാക്യ തങ്ങളുടെ സൈന്യത്തെ യുദ്ധസജ്ജമാക്കി. ഫ്രാൻസും ബ്രിട്ടനും തങ്ങളുടെ സൈന്യത്തെ ഒരുക്കാൻ തുടങ്ങി. പക്ഷേ അവസാന നിമിഷം ഹിറ്റ്ലർ ഒരു സമാധാന നീക്കം നടത്തി. ഇറ്റലിയിലെ ഏകാധിപതി മുസ്സോളിനിയുടെ മധ്യസ്ഥതയിൽ ഒരു 4 രാഷ്ട്ര സമ്മേളനം വിളിക്കാൻ അവൻ സമ്മതിച്ചു. 1938 സെപ്റ്റംബർ 29 ജർമ്മനിയിലെ മ്യൂണിക് നഗരത്തിൽ ആ ചരിത്രപ്രസിദ്ധമായ സമ്മേളനം നടന്നു. ജർമ്മനിക്ക് വേണ്ടി ഹിറ്റ്ലർ, ബ്രിട്ടനു വേണ്ടി ചേംബർലൈൻ, ഫ്രാൻസിനു വേണ്ടി പ്രധാനമന്ത്രി ദലാദിയർ, ഇറ്റലിക്കു വേണ്ടി മുസ്സോളിനി, ഈ 4 പേരും ചേർന്ന് മറ്റൊരു രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കാൻ പോവുകയാണ്. ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ ആരുടെ രാജ്യത്തെക്കുറിച്ചാണോ ചർച്ച, ആ ചെക്കോസ്ലോവാക്കിയയുടെ ഒരു പ്രതിനിധിയെപ്പോലും ആ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചില്ല. അവരെ പുറത്തൊരു മുറിയിലിരുത്തി ചർച്ച കഴിഞ്ഞ് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. ആ സമ്മേളനം ഒരു ചർച്ചയല്ലായിരുന്നു. ഹിറ്റ്ലർ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചേംബർലൈനും ദലാദിയറും അംഗീകരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത്. സുഡറ്റൻലാൻഡ് ജർമ്മനിക്ക് നൽകാൻ അവർ തീരുമാനിച്ചു. കരാറിൽ ഒപ്പുവച്ചതിനു ശേഷം ചേംബർലൈൻ ഹിറ്റ്ലറുമായി തനിച്ച് ഒരു കൂടിക്കാഴ്ച കൂടി നടത്തി. അവിടെ വച്ച് ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ ഇനി ഒരിക്കലും യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്ന ഒരു ചെറിയ കടലാസിൽ അവർ ഒപ്പുവച്ചു. ഈ കടലാസുമായി ലണ്ടനിൽ വിമാനമിറങ്ങിയ ചേംബർലൈനെ ഒരു ഹീറോയെപ്പോലെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. അയാൾ ആ കടലാസ് വീശിക്കൊണ്ട് പ്രഖ്യാപിച്ചു, ഐ ഹാവ് റിട്ടേൺഡ് ഫ്രം ജർമ്മനി വിത്ത് പീസ് ഫോർ അവർ ടൈം. നമ്മുടെ കാലത്തേക്കുള്ള സമാധാനവുമായാണ് ഞാൻ ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷ് ജനത ആശ്വാസത്തോടെ കൈയടിച്ചു. ഒരു യുദ്ധം ഒഴിവായല്ലോ. പക്ഷേ പാർലമെന്റിൽ വിൻസ്റ്റൺ ചർച്ചിലിനെപ്പോലുള്ള ചിലർ ഇതിനെതിരെ ശക്തമായി ശബ്ദമുയർത്തി. ചർച്ചിൽ പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധവും അപമാനവും തമ്മിൽ തിരഞ്ഞെടുക്കാൻ ഒരവസരം കിട്ടി. നിങ്ങൾ അപമാനം തിരഞ്ഞെടുത്തു, പക്ഷേ ഇനി നിങ്ങൾക്ക് യുദ്ധവുമുണ്ടാകും. ചർച്ചിൽ പറഞ്ഞതായിരുന്നു ശരി. ഹിറ്റ്ലർക്ക് വേണ്ടത് സുഡറ്റൻലാൻഡിലെ ജർമ്മൻകാരെ രക്ഷിക്കുക എന്നൊന്നുമായിരുന്നില്ല. അവന് വേണ്ടത് ചെക്കോസ്ലൊവാക്യയെ മൊത്തത്തിൽ നശിപ്പിക്കുക എന്നതായിരുന്നു. മ്യൂണിക് കരാർ ആ രാജ്യത്തിന്റെ നട്ടെല്ലൊടിച്ചു. അവരുടെ മലനിരകളിലെ കോട്ടകളും പ്രതിരോധ സംവിധാനങ്ങളുമെല്ലാം ജർമ്മനിയുടെ കയ്യിലായി. അതൊരു തലയില്ലാത്ത ഉടൽ പോലെയായി. കരാർ ഒപ്പുവച്ച് വെറും 6 മാസം കഴിഞ്ഞപ്പോൾ 1939 മാർച്ചിൽ ഹിറ്റ്ലർ തന്റെ വാക്ക് തെറ്റിച്ചു.
ഒരു കാരണവുമില്ലാതെ ജർമ്മൻ സൈന്യം ചെക്കോസ്ലോവാക്യയുടെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഇരച്ചുകയറി പ്രാഗ് നഗരം പിടിച്ചടക്കി. ഇത്തവണ ജർമ്മൻകാരെ രക്ഷിക്കാൻ എന്ന ന്യായീകരണം പോലുമുണ്ടായിരുന്നില്ല. അതൊരു നഗ്നമായ ആക്രമണമായിരുന്നു. ചെക്കോസ്ലോവാക്യ എന്ന രാജ്യം യൂറോപ്പിന്റെ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. ഈ സംഭവം ചേംബർലൈന്റെയും പ്രീണന നയത്തിന്റെയും കണ്ണു തുറപ്പിച്ചു. ഹിറ്റ്ലറെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും അവന്റെ വാക്കിന് പുല്ലുവിലയാണെന്നും അവന്റെ ലക്ഷ്യം യൂറോപ്പ് മുഴുവൻ കീഴടക്കുകയാണെന്നും അവർ ഒടുവിൽ തിരിച്ചറിഞ്ഞു. മ്യൂണിക്കിലെ ചതി ഒരു പാഠമായിരുന്നു. ഇനി ഹിറ്റ്ലറുടെ ഒരു ഭീഷണിക്കും വഴങ്ങിക്കൊടുക്കില്ലെന്ന് ബ്രിട്ടനും ഫ്രാൻസും തീരുമാനിച്ചു. ഹിറ്റ്ലറിന്റെ അടുത്ത ലക്ഷ്യം പോളണ്ടാണെന്ന് അവർക്കുറപ്പായിരുന്നു. അതുകൊണ്ട് അവർ പോളണ്ടിന് ഒരു ഉറപ്പ് നൽകി. നിങ്ങളെ ജർമ്മനി ആക്രമിച്ചാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വരും. പോളണ്ടിനോട് അവന് ഒരു പ്രത്യേക ദേഷ്യമുണ്ടായിരുന്നു. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിനു ശേഷം വേഴ്സായ് ഉടമ്പടി പ്രകാരം ജർമ്മനിയുടെ ചില ഭാഗങ്ങൾ മുറിച്ച് പോളണ്ടിന് കൊടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം പോളിഷ് കോറിഡോർ എന്നറിയപ്പെടുന്ന ഒരു ഭൂഭാഗമായിരുന്നു. ഈ കോറിഡോർ ജർമ്മനിയെ രണ്ടായി വിഭജിച്ചു. കിഴക്ക് പ്രഷ്യ എന്ന ജർമ്മൻ പ്രവിശ്യയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അത് വേർപെടുത്തി. ഈ കോറിഡോറിന് നടുവിലായി ഡാൻസിഗ് എന്നൊരു സ്വതന്ത്ര നഗരവുമുണ്ടായിരുന്നു. അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും ജർമ്മൻകാരായിരുന്നു. ഹിറ്റ്ലർ തന്റെ പതിവ് തന്ത്രം പുറത്തെടുത്തു. ഡാൻസിഗ് നഗരം ജർമ്മനിക്ക് തിരികെ വേണമെന്നും പോളിഷ് കോറിഡോറിലൂടെ ഒരു റെയിൽവേ ലൈനും റോഡും നിർമ്മിക്കാൻ തങ്ങൾക്ക് അവകാശം വേണമെന്നും അവൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ന്യായമാണെന്ന് തോന്നാമെങ്കിലും അതിന്റെ പുറകിലെ ലക്ഷ്യം പോളണ്ടിനെ ദുർബലപ്പെടുത്തുക എന്നതായിരുന്നു. പക്ഷേ ഇത്തവണ പോളണ്ട് ചെക്കോസ്ലോവാക്യയെപ്പോലെ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവർ ഹിറ്റ്ലറുടെ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞു. അവർക്ക് ഒരു ധൈര്യമുണ്ടായിരുന്നു. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഉറപ്പ്. തങ്ങളെ ജർമ്മനി ആക്രമിച്ചാൽ അവർ സഹായിക്കാൻ വരുമെന്നുള്ള വാക്ക്. ഇതോടെ ഹിറ്റ്ലർ ഒരു പ്രതിസന്ധിയിലായി. പോളണ്ടിനെ ആക്രമിച്ചാൽ അത് ബ്രിട്ടനും ഫ്രാൻസുമായി ഒരു യുദ്ധത്തിലേക്ക് നയിക്കും. അതായത് ഒരു രണ്ട് മുന്നണി യുദ്ധം, ടു ഫ്രണ്ട് വാർ. പടിഞ്ഞാറ് ബ്രിട്ടനും ഫ്രാൻസും, കിഴക്ക് പോളണ്ടും. ഇത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി തോൽക്കാൻ ഒരു പ്രധാന കാരണമായിരുന്നു. ഈ അബദ്ധം ആവർത്തിക്കാൻ ഹിറ്റ്ലർ ആഗ്രഹിച്ചില്ല. ഈ കുരുക്കഴിക്കാനായി അവൻ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഒരു അവിശ്വസനീയമായ നീക്കം നടത്തി. അവൻ തന്റെ ഏറ്റവും വലിയ ശത്രുവിന്, സോവിയറ്റ് യൂണിയന്റെ ഏകാധിപതിയായ ജോസഫ് സ്റ്റാലിന് ഒരൊത്തുതീർപ്പിനായി ഒരു ദൂതനെ അയച്ചു. ഇത് ഒരു സാധാരണ രാഷ്ട്രീയ നീക്കമായിരുന്നില്ല. അതൊരു ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. കാരണം നാസിസവും കമ്മ്യൂണിസവും നിപ്രമിരുമിയെ ശത്രുക്കളായിരുന്നു. ഹിറ്റ്ലർ അധികാരത്തിൽ വന്നതുതന്നെ കമ്മ്യൂണിസ്റ്റ് ഭീഷണിയെ നേരിടുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. മൈൻ കാംഫിൽ അവൻ ഏറ്റവും കൂടുതൽ വെറുപ്പോടെ എഴുതിയത് ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയുമായിരുന്നു. സ്ലാവിക് വംശജരായ റഷ്യക്കാരെ അവൻ താഴ്ന്ന വംശജർ എന്നാണ് വിളിച്ചിരുന്നത്. അവന്റെ ദീർഘകാല ലക്ഷ്യം തന്നെ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ച് അവിടുത്തെ വിഭവങ്ങളും ഭൂമിയും കൈക്കലാക്കുക എന്നതായിരുന്നു. അതേസമയം സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ഫാഷിസമായിരുന്നു കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ ശത്രു. പക്ഷേ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ മിത്രങ്ങളോ ശത്രുക്കളോ ഇല്ലല്ലോ. താൽക്കാലിക ലാഭങ്ങൾ മാത്രമേയുള്ളൂ. രണ്ട് ഏകാധിപതികളും തങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം തൽക്കാലം മാറ്റിവെച്ച് തങ്ങളുടെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. ഹിറ്റ്ലറിന് സ്റ്റാലിനെ ആവശ്യമുണ്ടായിരുന്നത് ഒരു രണ്ട് മുന്നണി യുദ്ധം ഒഴിവാക്കാനായിരുന്നു. പോളണ്ടിനെ ആക്രമിക്കുമ്പോൾ സ്റ്റാലിൻ മിണ്ടാതിരുന്നാൽ മതി. ബ്രിട്ടനും ഫ്രാൻസുമായി യുദ്ധം ചെയ്യുമ്പോൾ കിഴക്കൻ അതിർത്തി സുരക്ഷിതമായിരിക്കണം. സ്റ്റാലിന് ഹിറ്റ്ലറിനെ ആവശ്യമുണ്ടായിരുന്നത് സമയം നേടാനായിരുന്നു. ജർമ്മനിയുമായി ഒരു യുദ്ധം ഭാവിയിലുണ്ടാകുമെന്ന് സ്റ്റാലിൻ ഉറപ്പായിരുന്നു. പക്ഷേ അതിന് സോവിയറ്റ് സൈന്യം തയ്യാറായിരുന്നില്ല. കുറച്ചുകൂടി സമയം കിട്ടിയാൽ സൈന്യത്തെ ശക്തിപ്പെടുത്താം. പോരാത്തതിന് ഈ കരാർ വഴി സോവിയറ്റ് യൂണിയനും ചില നേട്ടങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 1939 ഓഗസ്റ്റ് 23-ന് ഹിറ്റ്ലറുടെ വിദേശകാര്യമന്ത്രി ജോവാക്യം ഫോൺ റിബൻട്രോപ്പ് മോസ്കോയിലെത്തി. അവിടെ വെച്ച് സ്റ്റാലിന്റെ സാന്നിധ്യത്തിൽ സോവിയറ്റ് വിദേശകാര്യമന്ത്രി മൊളോട്ടോവുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. ലോകമതിനെ മൊളോട്ടോവ് റിബൻട്രോപ്പ് ഉടമ്പടി എന്ന് വിളിച്ചു. അതൊരു അനാക്രമണ കരാറായിരുന്നു. അടുത്ത 10 വർഷത്തേക്ക് ജർമ്മനിയും സോവിയറ്റ് യൂണിയനും പരസ്പരം ആക്രമിക്കില്ലെന്ന് അവർ ഉറപ്പു നൽകി. ഈ വാർത്ത പുറത്തുവന്നപ്പോൾ ലോകം ഞെട്ടിത്തരിച്ചു. നിപ്രമീര്യമായ ശത്രുക്കൾ എങ്ങനെയാണ് ഒറ്റ രാത്രി കൊണ്ട് സുഹൃത്തുക്കളായത്? ബ്രിട്ടനും ഫ്രാൻസും ആശയക്കുഴപ്പത്തിലായി. പക്ഷേ ഈ കരാറിന്റെ ഏറ്റവും ഭീകരമായ ഭാഗം പുറം ലോകം അറിഞ്ഞിരുന്നില്ല. ആ കരാറിന് ഒരു രഹസ്യ അനുബന്ധം കൂടിയുണ്ടായിരുന്നു.
ആ രഹസ്യാനുബന്ധത്തിൽ ഈ രണ്ട് ചെകുത്താന്മാരും ചേർന്ന് കിഴക്കൻ യൂറോപ്പിനെ അപ്പക്കഷണം പോലെ മുറിച്ചെടുക്കാൻ ഒരു ധാരണയുണ്ടാക്കി. ആ ധാരണപ്രകാരം ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ കിഴക്ക് നിന്ന് പോളണ്ടിനെ ആക്രമിക്കും. എന്നിട്ട് പോളണ്ടിനെ രണ്ടായി വിഭജിച്ച് ഒരു പകുതി ജർമ്മനിക്കും മറുപകുതി സോവിയറ്റ് യൂണിയനും എടുക്കാം. അതുപോലെ ഫിൻലാൻഡ്, എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ തുടങ്ങിയ ബാൾട്ടിക് രാജ്യങ്ങളെയും അവർ പങ്കിട്ടെടുത്തു. അതൊരു കൊള്ളക്കാരുടെ കരാറായിരുന്നു. ഈ കരാർ ഒപ്പുവെച്ചതോടെ ഹിറ്റ്ലറുടെ മുന്നിലെ അവസാനത്തെ തടസ്സവും നീങ്ങി. ഇനി അവന് പോളണ്ടിനെ പേടിയില്ലാതെ ആക്രമിക്കാം. കിഴക്ക് നിന്ന് സ്റ്റാലിന്റെ സഹായമുണ്ട്. പടിഞ്ഞാറ് ബ്രിട്ടനും ഫ്രാൻസും ഭീഷണിപ്പെടുത്തിയാലും തനിക്കവരെ ഒറ്റയ്ക്ക് നേരിടാമെന്ന് അവൻ കണക്കുകൂട്ടി. അവൻ പോളണ്ട് ആക്രമണത്തിന് തീയതി കുറിച്ചു, ഓഗസ്റ്റ് 26. പക്ഷേ അവസാന നിമിഷം ബ്രിട്ടൻ പോളണ്ടുമായി ഒരു ഔദ്യോഗിക സൈനിക സഖ്യത്തിൽ ഒപ്പുവെച്ചതും ഇറ്റലിയിലെ മുസോളിനി യുദ്ധത്തിന് തങ്ങൾ തയ്യാറല്ലെന്ന് അറിയിച്ചതും കാരണം അവൻ ആക്രമണം ഏതാനും ദിവസത്തേക്ക് നീട്ടിവെച്ചു. അവസാനമായി ഒരു യുദ്ധം ഒഴിവാക്കാനെന്ന വ്യാജേന അവൻ പോളണ്ടിന് ഒരവസാന അവസരം നൽകി. 16 ആവശ്യങ്ങളടങ്ങിയ ഒരു ലിസ്റ്റ്. ആ ലിസ്റ്റ് പോളിഷ് അംബാസഡർക്ക് കൈമാറാൻ പോലും സമയം കൊടുക്കുന്നതിനു മുൻപ് പോളണ്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് ഹിറ്റ്ലർ റേഡിയോയിലൂടെ ആ ആവശ്യങ്ങൾ വായിച്ചു. അതൊരു നാടകം മാത്രമായിരുന്നു. യുദ്ധത്തിനൊരു കാരണം കണ്ടെത്താനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പ്. യുദ്ധം തുടങ്ങാൻ ഒരു കാരണമുണ്ടാക്കാൻ ഹിംലറുടെ SS ഒരു കുപ്രസിദ്ധമായ ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ ഹിംലർ. പോളിഷ് പട്ടാളക്കാരുടെ യൂണിഫോം ധരിച്ച ജർമ്മൻ സൈനികർ ജർമ്മൻ അതിർത്തിയിലുള്ള ഗ്ലൈവിറ്റ്സ് GLEIWITZ എന്ന സ്ഥലത്തെ ഒരു ജർമ്മൻ റേഡിയോ സ്റ്റേഷൻ ആക്രമിച്ചു. അവരവിടെ ജർമ്മൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും തങ്ങൾ പോളിഷ് സൈന്യമാണെന്ന് വരുത്തിത്തീർക്കുകയും ചെയ്തു. തെളിവായി നേരത്തെ കൊന്നുവെച്ച കോൺസെൻട്രേഷൻ ക്യാമ്പിലെ തടവുകാരുടെ മൃതദേഹങ്ങൾ അവിടെ കൊണ്ടിട്ടു. കണ്ടില്ലേ, പോളണ്ട് നമ്മളെ ആക്രമിച്ചിരിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയാനായിരുന്നു ഈ നാടകം. ആ നാടകം കഴിഞ്ഞതോടെ ഹിറ്റ്ലർ തന്റെ സൈന്യത്തിന് മുന്നോട്ടു പോകാൻ ഉത്തരവ് നൽകി. 1939 സെപ്റ്റംബർ 1 വെള്ളിയാഴ്ച പുലർച്ചെ 4:45 ഒരു മുന്നറിയിപ്പുമില്ലാതെ ജർമ്മൻ യുദ്ധവിമാനങ്ങൾ പോളണ്ടിലെ നഗരങ്ങളിൽ ബോംബുകൾ വർഷിക്കാൻ തുടങ്ങി. ജർമ്മൻ ടാങ്കുകളും സൈന്യവും പോളിഷ് അതിർത്തി കടന്ന് ഇരച്ചുകഴിഞ്ഞി. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ആദ്യത്തെ വെടിയൊച്ച മുഴങ്ങി. ഹിറ്റ്ലർ അന്ന് രാവിലെ റൈക്സ്ടാഗിൽ ഒരു പ്രസംഗം നടത്തി. അവൻ തന്റെ പട്ടാള യൂണിഫോം ധരിച്ചിരുന്നു. അവൻ പറഞ്ഞു, ഇന്നലെ രാത്രി പോളണ്ട് നമ്മുടെ മണ്ണാക്രമിച്ചു. ഇന്ന് രാവിലെ മുതൽ നമ്മൾ തിരിച്ചടിക്കുകയാണ്. ഈ യുദ്ധം അവസാനിക്കുന്നതുവരെ അല്ലെങ്കിൽ വിജയം നേടുന്നതുവരെ ഞാൻ ഈ യൂണിഫോം അഴിക്കില്ല. ബ്രിട്ടനും ഫ്രാൻസും ഹിറ്റ്ലറിന് ഒരു അന്ത്യശാസനം നൽകി. ഉടൻ തന്നെ പോളണ്ടിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുക, ഇല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കും. ഹിറ്റ്ലർ ആ അന്ത്യശാസനം പുച്ഛിച്ചുതള്ളി. സെപ്റ്റംബർ 3 ഞായറാഴ്ച ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ആ വാർത്ത കേട്ടപ്പോൾ ഹിറ്റ്ലറുടെ ഓഫീസിൽ ഒരു നിമിഷം നിശബ്ദത തളം കെട്ടി. ഒരു ലോകമഹായുദ്ധം അവൻ ആഗ്രഹിച്ചിരുന്നില്ല. പോളണ്ടിനെ ആക്രമിക്കുമ്പോൾ ബ്രിട്ടനും ഫ്രാൻസും പതിവുപോലെ പേടിച്ച് പിന്മാറുമെന്നായിരുന്നു അവന്റെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടൽ തെറ്റിയിരിക്കുന്നു. പോളണ്ടിനെ ആക്രമിച്ചപ്പോൾ ഹിറ്റ്ലറിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു പുതിയ യുദ്ധതന്ത്രമായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിലെ പോലെ കിടങ്ങുകളിൽ പതുങ്ങിയിരുന്ന് വർഷങ്ങളോളം നീണ്ടുനിൽക്കുന്ന ഒരു യുദ്ധമായിരുന്നില്ല അത്. പകരം വേഗതയും പ്രഹരശേഷിയുമായിരുന്നു അതിന്റെ മുഖമുദ്ര. ഈ തന്ത്രത്തിന് പിന്നീട് ലോകം നൽകിയ പേരാണ് ബ്ലിറ്റ്സ്ക്രീഗ്, അതായത് മിന്നൽപ്പിണർ യുദ്ധം. ഈ തന്ത്രം ഒരു സിംഫണി പോലെയായിരുന്നു. ആദ്യം ലുഫ്റ്റ്വാഫെ എന്ന ജർമ്മൻ വ്യോമസേന രംഗത്തിറങ്ങും. അവർ ശത്രുരാജ്യത്തെ വിമാനത്താവളങ്ങൾ, റെയിൽവേ ലൈനുകൾ, വാർത്താവിനിമയ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ബോംബിട്ട് തകർക്കും. ശത്രുവിന് ചിന്തിക്കാനോ സംഘടിക്കാനോ പ്രതിരോധിക്കാനോ സമയം കൊടുക്കരുത്. അവരുടെ തലയും വാലും മുറിക്കുക. വ്യോമാക്രമണത്തിൽ ശത്രു പകച്ചു നിൽക്കുമ്പോൾ അടുത്തതായി പടക്കളത്തിലേക്ക് വരുന്നത് പാൻസർ ഡിവിഷനുകളാണ്, അതായത് ടാങ്ക് പട. നൂറുകണക്കിന് ടാങ്കുകൾ ഒരുമിച്ച് ഒരു ഉരുക്കുമുഷ്ടി പോലെ ശത്രുവിന്റെ പ്രതിരോധനിരയുടെ ഏറ്റവും ദുർബലമായ ഭാഗത്ത് ആഞ്ഞിടിക്കും. ആ പ്രതിരോധനിരയെ ഭേദിച്ച് അവർ അതിവേഗത്തിൽ ശത്രുരാജ്യത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോകും. അവരുടെ ലക്ഷ്യം മുന്നിലുള്ള ശത്രുസൈന്യത്തെ നേരിടുക എന്നതല്ല, മറിച്ച് അവരുടെ പിന്നിലെത്തി അവരെ വലയുക എന്നതാണ്. ടാങ്കുകൾ മുന്നോട്ടു കുതിക്കുമ്പോൾ അവർക്ക് പിന്നാലെ സാധാരണ കാലാൾപ്പട മോട്ടോർ വാഹനങ്ങളിലെത്തും. അവർ ടാങ്കുകൾ വളഞ്ഞുവെച്ച ശത്രുസൈന്യത്തെ പൂർണ്ണമായി നശിപ്പിക്കുകയോ കീഴടക്കുകയോ ചെയ്യും. ഈ 3 ഘടകങ്ങളും വ്യോമസേന, ടാങ്ക് പട, കാലാൾപ്പട,
റേഡിയോ ഉപയോഗിച്ച് നിരന്തരം ആശയവിനിമയം നടത്തി ഒരുമിച്ച് ഒരേ താളത്തിൽ നീങ്ങും. ഇതാണ് ബ്ലിറ്റ്സ്ക്രീഗ്. പോളണ്ടായിരുന്നു ഈ പുതിയ യുദ്ധതന്ത്രത്തിന്റെ ആദ്യത്തെ പരീക്ഷണശാല. 1939 സെപ്റ്റംബർ 1 രാവിലെ ബ്ലിറ്റ്സ്ക്രീഗ് അതിന്റെ പൂർണ്ണശക്തിയിൽ പോളണ്ടിനുമേൽ പതിച്ചു. പോളിഷ് വ്യോമസേനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുൻപ് അവരുടെ വിമാനങ്ങൾ നിലത്തുതന്നെ കത്തിച്ചാമ്പലായി. പോളിഷ് സൈന്യം ധീരമായി ചെറുത്തുനിന്നു. അവരുടെ കുതിരപ്പടയാളികൾ ജർമ്മൻ ടാങ്കുകൾക്ക് നേരെ വാളുകളുമായി പാഞ്ഞടുത്തു എന്ന കഥകൾ പോലുമുണ്ട്. പക്ഷേ ഒരാധുനിക ആന്ത്രയോഗ സൈന്യത്തിനു മുന്നിൽ അവരുടെ ധീരതയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. ജർമ്മൻ ടാങ്കുകൾ പോളണ്ടിന്റെ പ്രതിരോധ നിരകളെ കീറിമുറിച്ചു മുന്നേറി. ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സോയുടെ പടിവാതിക്കലെത്തി. ലോകം ഞെട്ടലോടെയാണ് ഈ വേഗത കണ്ടുനിന്നത്. പോളണ്ടിന് സഹായം വാഗ്ദാനം ചെയ്ത ബ്രിട്ടനും ഫ്രാൻസും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നോക്കിനിന്നു. അവർ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും ഒരു സൈന്യത്തെ സംഘടിപ്പിച്ച് പോളണ്ടിനെ സഹായിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വിധി പൂർണ്ണമാകാൻ സെപ്റ്റംബർ 17 മോളോട്ടോവ് റിബൺട്രോപ്പ് ഉടമ്പടി പ്രകാരം സ്റ്റാലിന്റെ സോവിയറ്റ് സൈന്യം കിഴക്കുനിന്ന് പോളണ്ടിലേക്ക് ഇരച്ചുകയറി. അതോടെ പോളണ്ടിന്റെ കഥ കഴിഞ്ഞു. രണ്ടു വശത്തുനിന്നും ഭീമന്മാർ ഒരുപോലെ ഞെരുക്കുമ്പോൾ ആ പാവം രാജ്യത്തിന് എന്തു ചെയ്യാൻ കഴിയും? സെപ്റ്റംബർ 27 വാഴ്സോ കീഴടങ്ങി. ഒരു മാസത്തിനുള്ളിൽ പോളണ്ട് എന്ന രാജ്യം വീണ്ടും ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. ജർമ്മനിയും സോവിയറ്റ് യൂണിയനും ആ രാജ്യത്തെ ഒരു കേക്ക് മുറിക്കുന്ന ലാഘവത്തോടെ പങ്കിട്ടെടുത്തു. പോളണ്ടിലെ വിജയം ഹിറ്റ്ലറുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. അവന്റെ ബ്ലിറ്റ്സ്ക്രീഗ് തന്ത്രം ഒരു സമ്പൂർണ്ണ വിജയമായിരുന്നു. പക്ഷേ പോളണ്ടിലെ യുദ്ധം കഴിഞ്ഞതോടെ പടിഞ്ഞാറൻ യൂറോപ്പിൽ ഒരുതരം വിചിത്രമായ ശാന്തത നിലനിന്നു. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആരും ആരെയും ആക്രമിക്കുന്നില്ല. ഫ്രഞ്ച് സൈന്യം അവരുടെ മാജിനോ ലൈൻ എന്നറിയപ്പെടുന്ന അതിർത്തിയിലെ ഭീമൻ കോട്ടകൾക്കുള്ളിൽ പതുങ്ങിയിരുന്നു. ജർമ്മൻ സൈന്യം അവരുടെ സീഗ്ഫ്രീഡ് ലൈൻ എന്ന പ്രതിരോധ നിരയിലും. ഇരു സൈന്യങ്ങളും പരസ്പരം നോക്കിയിരുന്നു. പക്ഷേ കാര്യമായ ഒരു വെടിവെപ്പ് പോലും നടന്നില്ല. 1939 ശൈത്യകാലം മുഴുവൻ ഈ അവസ്ഥ തുടർന്നു. പത്രങ്ങൾ ഈ കാലഘട്ടത്തെ ഒരു പരിഹാസപ്പേരിട്ട് വിളിച്ചു, ദ ഫോണി വോർ അഥവാ കള്ളയുദ്ധം. ചിലർ അതിനെ സിഡ്സ്ക്രീഗ് എന്നും വിളിച്ചു. എല്ലാവരും കരുതി, ഒരുപക്ഷെ പോളണ്ട് കിട്ടിയതോടെ ഹിറ്റ്ലർ തൃപ്തനായിരിക്കാം, ഇനിയൊരു സമാധാന ചർച്ച നടന്നേക്കാം എന്ന്. പക്ഷേ ഹിറ്റ്ലറുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. അവൻ ഈ സമയം വെറുതെ കളയുകയായിരുന്നില്ല. അവൻ തന്റെ അടുത്ത ഏറ്റവും വലിയ ലക്ഷ്യത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു: ഫ്രാൻസിനെ ആക്രമിക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയെ തോൽപ്പിച്ച വേഴ്സായി ഉടമ്പടിയിലൂടെ ജർമ്മനിയെ അപമാനിച്ച ഫ്രാൻസിനോട് അവനൊരു തീരാത്ത പകയുണ്ടായിരുന്നു. അവന്റെ ജനറൽമാർക്ക് പക്ഷേ ഭയമുണ്ടായിരുന്നു. ഫ്രഞ്ച് സൈന്യം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിലൊന്നാണ്. അവരുടെ മാജിനോ ലൈൻ ഭേദിക്കാൻ കഴിയില്ല. ഫ്രാൻസിനെ ആക്രമിക്കുന്നത് ഒരു ആത്മഹത്യാപരമായ നീക്കമായിരിക്കും എന്ന് അവർ ഹിറ്റ്ലറിനോട് പറഞ്ഞു. അപ്പോഴാണ് എറിക് ഫോൺ മാൻസ്റ്റീൻ എന്നൊരു മിടുക്കനായ ജനറൽ ഒരു പുതിയ അതിസാഹസികമായ ഒരു പ്ലാൻ മുന്നോട്ടുവച്ചത്. പ്ലാൻ ഇതായിരുന്നു: നമ്മൾ മാജിനോ ലൈനിനെ നേരിട്ട് ആക്രമിക്കാൻ പോകരുത്, അത് മണ്ടത്തരമാണ്. പകരം നമ്മൾ ഒരു അപ്രതീക്ഷിത നീക്കം നടത്തണം. മാജിനോ ലൈനിന്റെ വടക്ക് ബെൽജിയത്തിനും ലക്സംബർഗിനുമിടയിൽ ആർഡനസ് എന്നൊരു വലിയ വനപ്രദേശമുണ്ട്. ആ പ്രദേശം ടാങ്കുകൾക്ക് കടക്കാൻ പറ്റാത്ത ഇടതൂർന്ന വനമാണെന്നാണ് ഫ്രഞ്ചുകാർ വിശേഷിക്കുന്നത്. അതുകൊണ്ടുതന്നെ ആ ഭാഗത്ത് അവരുടെ പ്രതിരോധം വളരെ ദുർബലമാണ്. നമ്മൾ നമ്മുടെ ടാങ്ക് പടയെ മുഴുവൻ ഈ ആർഡനസ് വനത്തിലൂടെ ആരും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ കടത്തിവിടണം. എന്നിട്ട് ഫ്രഞ്ച് പ്രതിരോധനിരയുടെ പിന്നിലെത്തി ഇംഗ്ലീഷ് ചാനൽ തീരത്തേക്ക് കുതിക്കണം. അതോടെ ബെൽജിയത്തിൽ യുദ്ധം ചെയ്യുന്ന ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈന്യത്തെ മുഴുവൻ നമുക്ക് ഒറ്റപ്പെടുത്തി ഒരു കെണിയിൽ അകപ്പെടുത്താം. ഇതൊരു ഭ്രാന്തൻ പ്ലാനായിരുന്നു, ഒരു വലിയ ചൂതാട്ടം. പക്ഷേ ഹിറ്റ്ലറിന് ഈ പ്ലാൻ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അതിന്റെ ധീരതയും അപ്രതീക്ഷിത സ്വഭാവവും അവനെ ആകർഷിച്ചു. അവൻ ആ പ്ലാനിന് അംഗീകാരം നൽകി. കള്ളിയുദ്ധത്തിന്റെ ശാന്തമായ ആ ശൈത്യകാലത്ത് ജർമ്മൻ സൈന്യം രഹസ്യമായി ഈ ഭ്രാന്തൻ പദ്ധതിക്കുവേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അതേസമയം ഹിറ്റ്ലർ മറ്റൊരു ചെറിയ ആക്രമണം നടത്തി. 1940 ഏപ്രിലിൽ അവൻ ഡെൻമാർക്കിനെയും നോർവേയെയും ആക്രമിച്ചു കീഴടക്കി. ഇതിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നോർവീജിയൻ തീരങ്ങൾ പിടിച്ചെടുത്താൽ ജർമ്മൻ നാവികസേനയ്ക്ക് ബ്രിട്ടനെതിരെ ആക്രമണം നടത്താൻ നല്ല താവളങ്ങൾ കിട്ടും. 2, സ്വീഡനിൽ നിന്ന് ജർമ്മൻ ആയുധ ഫാക്ടറികൾക്ക് ആവശ്യമായി ഇരുമ്പയിര് വരുന്നത് നോർവേയിലെ തുറമുഖങ്ങൾ വഴിയാണ്. ആ വഴി സുരക്ഷിതമാക്കണം. ഡെൻമാർക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കീഴടങ്ങി. നോർവേ ബ്രിട്ടീഷ് സഹായത്തോടെ കുറച്ചുനാൾ ചെറുത്തുനിന്നെങ്കിലും ഒടുവിൽ അവരും വീണു. ഈ വിജയത്തോടെ ഹിറ്റ്ലറുടെ ശ്രദ്ധ പൂർണ്ണമായും പടിഞ്ഞാറോട്ട് തിരിഞ്ഞു. യൂറോപ്പിന്റെ ഭാവി നിർണയിക്കാൻ പോകുന്ന ആ വലിയ ചൂതാട്ടത്തിന് സമയമായിരുന്നു.
1940 മെയ് 10 രാവിലെ ജർമ്മൻ സൈന്യം പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് ഇരച്ചുകയറിയപ്പോൾ അത് ലോകം പ്രതീക്ഷിച്ചതുപോലെയല്ല നടന്നത്. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും കരുതിയത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒരു തനിയാവർത്തനം പോലെ ജർമ്മനി ബെൽജിയത്തിലൂടെയും ഹോളണ്ടിലൂടെയും ആക്രമിക്കുമെന്നാണ്. അതുകൊണ്ട് അവരുടെ ഏറ്റവും മികച്ച സൈന്യത്തെ മുഴുവൻ അവർ ബെൽജിയത്തിലേക്ക് അയച്ചു. അതൊരു കെണിയാണെന്ന് അവർ അറിഞ്ഞില്ല. ഹിറ്റ്ലറുടെ യഥാർത്ഥ ആക്രമണം മാൻസ്റ്റീൻ പ്ലാൻ അനുസരിച്ച് നടന്നത് തെക്ക് ആർഡന്നസ് വനത്തിലൂടെയായിരുന്നു. ജനറൽ ഹൈൻസ് ഗുഡേരിയന്റെ നേതൃത്വത്തിലുള്ള 7 പാൻസർ ഡിവിഷനുകൾ, ഏകദേശം 1500 ടാങ്കുകൾ, ആരും പ്രതീക്ഷിക്കാത്ത ആ വനപാതയിലൂടെ മുന്നോട്ടു കുതിച്ചു. അതൊരു ട്രാഫിക് ജാം പോലെയായിരുന്നു. മൈലുകളോളം നീളത്തിൽ ടാങ്കുകളും ട്രക്കുകളും ഇഴഞ്ഞു നീങ്ങി. ഫ്രഞ്ച് വ്യോമസേനയ്ക്ക് ഇതൊന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ആ ജർമ്മൻ സൈന്യത്തെ ഒന്നടങ്കം അവിടെ വെച്ച് നശിപ്പിക്കാമായിരുന്നു. പക്ഷേ കടക്കാൻ പറ്റാത്ത വനം എന്ന വിശ്വാസത്തിൽ അവർ ആ ഭാഗം കാര്യമായി നിരീക്ഷിച്ചില്ല. 3 ദിവസത്തിനുള്ളിൽ ജർമ്മൻ ടാങ്ക് പട ആർഡന്നസ് വനം കടന്ന് മ്യൂസ് നദി മുറിച്ചു കടന്നു. അതോടെ ഫ്രഞ്ച് പ്രതിരോധത്തിന്റെ നട്ടെല്ലൊടിഞ്ഞു. അവർക്ക് പിന്നിൽ തങ്ങൾ സുരക്ഷിതമെന്ന് കരുതിയ ഭാഗത്ത് ഒരു ജർമ്മൻ ഉരുക്ക് പ്രളയം വരുന്നത് കണ്ട് അവർ ഞെട്ടിത്തെരിച്ചു. അവിടെ നിന്നങ്ങോട്ട് ഗുഡേറിയന്റെ ടാങ്കുകൾ ഒരു റേസ് നടത്തുകയായിരുന്നു. അവർക്ക് മുന്നിൽ കാര്യമായ ഒരു പ്രതിരോധവുമില്ലായിരുന്നു. അവർ പടിഞ്ഞാറോട്ട് ഇംഗ്ലീഷ് ചാനൽ തീരത്തേക്ക് അതിവേഗം കുതിച്ചു. വെറും 10 ദിവസം കൊണ്ട് അവർ അബ്ബേവിൽ എന്ന തീരദേശ പട്ടണത്തിലെത്തി. അതോടെ ബെൽജിയത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് എക്സ്പെഡിഷണറി ഫോഴ്സും ഫ്രഞ്ച് 1ാം ആർമിയും ബെൽജിയൻ സൈന്യവുമടങ്ങുന്ന ലക്ഷക്കണക്കിന് സഖ്യകക്ഷി സൈനികർ പൂർണ്ണമായി ഒറ്റപ്പെട്ടു. അവരുടെ മുന്നിൽ ജർമ്മൻ സൈന്യം, പിന്നിൽ കടൽ. അവർ ഒരു വലിയ കെണിയിലകപ്പെട്ടിരിക്കുന്നു. ഇതായിരുന്നു ഹിറ്റ്ലറുടെയും മാൻസ്റ്റീനിന്റെയും പ്ലാൻ. ആ കെണിയിലകപ്പെട്ട സൈന്യത്തെ പൂർണ്ണമായി നശിപ്പിക്കുകയോ കീഴടക്കുകയോ ചെയ്താൽ യുദ്ധം അവിടെത്തന്നെ അവസാനിക്കും. ബ്രിട്ടന് കരസേനയില്ലാതാകും. ഫ്രാൻസിന് ചെറുത്തുനിൽപ്പ് അസാധ്യമാകും. ഹിറ്റ്ലർ യൂറോപ്പിന്റെ അധിപനാകും. ജർമ്മൻ ടാങ്കുകൾ ആ കെണിയിലകപ്പെട്ട സൈന്യത്തിനു നേരെ വടക്കോട്ട് തിരിഞ്ഞു. അവരുടെ ലക്ഷ്യം ആ സൈന്യം രക്ഷപ്പെടാൻ സാധ്യതയുള്ള അവസാനത്തെ തുറമുഖങ്ങളായ ബ്ലോൺ, കാലെ, പിന്നെ ഡൺകിർക്ക് എന്നിവ പിടിക്കുക എന്നതായിരുന്നു. പക്ഷെ അപ്പോഴാണ് യുദ്ധത്തിന്റെ ഗതിയെത്തന്നെ മാറ്റിയേക്കാവുന്ന ഒരു വിചിത്രമായ സംഭവം നടന്നത്. മെയ് 24-ന് ഡൺകിർക്കിൽ നിന്ന് ഏതാനും മൈലുകൾ മാത്രം അകലെ ജർമ്മൻ ടാങ്ക് പട മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഹിറ്റ്ലറിൽ നിന്ന് ഒരു അപ്രതീക്ഷിത ഉത്തരവ് വന്നു: നിർത്തുക. എന്തിനായിരുന്നു ആ നിർത്താനുള്ള ഉത്തരവ്? ചരിത്രത്തിലെ ഏറ്റവും വലിയ തർക്കങ്ങളിലൊന്നാണിത്. പല കാരണങ്ങൾ പറയപ്പെടുന്നു. ഒന്ന്, ഹിറ്റ്ലറിന്റെ ജനറൽമാർ തന്നെ ഈ വേഗതയിൽ പേടിച്ചിരുന്നു. തങ്ങളുടെ ടാങ്കുകൾക്ക് പിന്നാലെ കാലാൾപ്പടയ്ക്ക് എത്താൻ കഴിയുന്നില്ലെന്നും ഒരു പ്രത്യാഗമനമുണ്ടായാൽ ടാങ്കുകൾ ഒറ്റപ്പെട്ടുപോകുമെന്നും അവർ ഭയന്നു. 2, ആ പ്രദേശം ചതുപ്പു നിറഞ്ഞതാണെന്നും ടാങ്കുകൾക്ക് അത് പറ്റിയ സ്ഥലമല്ലെന്നും ഒരു ധാരണയുണ്ടായിരുന്നു. 3, ഹെർമൻ ഗോറിംഗ് എന്ന വ്യോമസേനാ തലവന്റെ അഹങ്കാരം. ഗോറിംഗ് ഹിറ്റ്ലറിനോട് പറഞ്ഞു: ഫ്യൂറർ, ഈ അവസാനത്തെ ജോലി എന്റെ ലുഫ്റ്റ് വാഫയ്ക്ക് വിട്ടുതരൂ. എന്റെ വിമാനങ്ങൾ കൊണ്ട് ആ കെണിയിലകപ്പെട്ട സൈന്യത്തെ ഒന്നടങ്കം ഞങ്ങൾ കടലിൽ താഴ്ത്തിക്കൊള്ളാം. ആ നിർത്താനുള്ള ഉത്തരവ് സഖ്യകക്ഷികൾക്കൊരു ജീവശ്വാസം പോലെയായിരുന്നു. അവർക്ക് വിലപ്പെട്ട 48 മണിക്കൂർ സമയം കിട്ടി. ആ സമയം കൊണ്ട് അവർ ഡൺകിർക്കിനു ചുറ്റും ഒരു പ്രതിരോധ വലയം തീർത്തു. ഇതേ സമയം ലണ്ടനിൽ വിൻസ്റ്റൺ ചർച്ചിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റിരുന്നു. അദ്ദേഹം ഒരു അസാധാരണമായ രക്ഷാപ്രവർത്തനത്തിന് ഉത്തരവിട്ടു: ഓപ്പറേഷൻ ഡൈനാമോ. ലക്ഷ്യം ഡൺകിർക്കിലെ തീരത്ത് കുടുങ്ങിക്കിടക്കുന്ന സൈനികരെ എങ്ങനെയെങ്കിലും കടൽ കടത്തി ഇംഗ്ലണ്ടിലെത്തിക്കുക. ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ മാത്രമല്ല, അവർക്ക് കിട്ടാവുന്ന എല്ലാത്തരം ബോട്ടുകളും അവർ ഈ ദൗത്യത്തിനുവേണ്ടി ഉപയോഗിച്ചു. മീൻപിടുത്ത ബോട്ടുകൾ, ഉല്ലാസ ബോട്ടുകൾ, ചരക്ക് ബോട്ടുകൾ, 100 കണക്കിന് സാധാരണ പൗരന്മാർ തങ്ങളുടെ ചെറിയ ബോട്ടുകളുമായി ജർമ്മൻ ബോംബുകളെയും മുങ്ങിക്കപ്പലുകളെയും അവഗണിച്ച് ഡൺകിർക്കിലേക്ക് കുതിച്ചു. അടുത്ത 9 ദിവസങ്ങൾ ഡൺകിർക്കിലെ തീരവും കടലും ഒരു നരകതുല്യമായിരുന്നു. മുകളിൽ ജർമ്മൻ വിമാനങ്ങൾ നിർത്താതെ ബോംബുകൾ വർഷിക്കുന്നു. തീരത്ത് തങ്ങളുടെ ഊഴങ്കാത്തിൽ ലക്ഷക്കണക്കിന് സൈനികർ നീണ്ട നിരയിൽ നിൽക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനെത്തിയ കപ്പലുകൾ ഒന്നിനു പുറകെ ഒന്നായി മുങ്ങുന്നു. പക്ഷേ റോയൽ എയർഫോഴ്സിന്റെ സ്പിറ്റ്ഫയർ, ഹരിക്കെയിൻ വിമാനങ്ങൾ ധീരമായി തിരിച്ചടിച്ചു. അവർ ലുഫ്റ്റ്വാഫയെ തടഞ്ഞു നിർത്താൻ പരമാവധി ശ്രമിച്ചു. ആരും പ്രതീക്ഷിക്കാത്തൊരത്ഭുതമാണ് അവിടെ നടന്നത്. ഏകദേശം 45,000 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് കരുതിയ സ്ഥാനത്ത് 9 ദിവസം കൊണ്ട് അവർ രക്ഷപ്പെടുത്തിയത് 3,38,000 സൈനികരെയാണ്. അതിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ബെൽജിയൻകാരുമുണ്ടായിരുന്നു. അവർക്ക് തങ്ങളുടെ ആയുധങ്ങളും ടാങ്കുകളും വാഹനങ്ങളുമെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ അവർ തങ്ങളുടെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു.
ബ്രിട്ടന്റെ ഏറ്റവും പരിശീലനം സിദ്ധിച്ച സൈന്യം നാശത്തിൽ നിന്ന് കരകയറി. ഡൺകിർക്കിലെ ഈ അത്ഭുതം ഒരു വിജയമായിരുന്നില്ല, അതൊരു വൻ പരാജയത്തിൽ നിന്നുള്ള രക്ഷപ്പെടലായിരുന്നു. പക്ഷേ ചർച്ചിൽ അതിനെ ഒരു ധാർമ്മിക വിജയമാക്കി മാറ്റി. നമ്മുടെ സൈന്യം തിരിച്ചെത്തിയിരിക്കുന്നു, നമ്മളിനി കൂടുതൽ ശക്തിയോടെ പോരാടും. ഈ ഡൺകിർക്ക് സ്പിരിറ്റ് ബ്രിട്ടീഷ് ജനതയ്ക്ക് പുതിയൊരു ആത്മവിശ്വാസം നൽകി. പക്ഷേ ഫ്രാൻസിന്റെ കഥ അതായിരുന്നില്ല. അവരുടെ ഏറ്റവും മികച്ച സൈന്യത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടിരുന്നു. ഡൺകിർക്ക് രക്ഷാപ്രവർത്തനം കഴിഞ്ഞതോടെ ജർമ്മൻ സൈന്യം തെക്കോട്ട് ഫ്രാൻസിന്റെ ഹൃദയത്തിലേക്ക് നീങ്ങി. ഇനി അവരെ തടയാൻ കാര്യമായ ഒരു ശക്തിയുമുണ്ടായിരുന്നില്ല. ജൂൺ 5-ന് ജർമ്മൻ സൈന്യം തങ്ങളുടെ അന്തിമ ആക്രമണം അഥവാ കേസ് റെഡ് ആരംഭിച്ചു. ഫ്രഞ്ച് സൈന്യം ധീരമായി ചെറുത്തെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ജൂൺ 14-ന് ഒരു വെടിപോലും ഉതിർക്കാതെ ജർമ്മൻ സൈന്യം പാരീസിൽ പ്രവേശിച്ചു. ഐഫൽ ടവറിന്റെ മുകളിൽ സ്വസ്തികക്കൊടി പാറിപ്പറന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിലെ അപമാനത്തിന് ഹിറ്റ്ലർ പ്രതികാരം ചെയ്തിരിക്കുന്നു. ജൂൺ 22-ന് ഫ്രാൻസ് ഔദ്യോഗികമായി കീഴടങ്ങി. ആ കീഴടങ്ങൽ ചടങ്ങിന് ഹിറ്റ്ലർ ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്തു. 1918-ൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി കീഴടങ്ങൽ കരാറിൽ ഒപ്പുവെച്ച അതേ റെയിൽവേ കമ്പാർട്ട്മെന്റ്. ആ പഴയ കമ്പാർട്ട്മെന്റ് ഒരു മ്യൂസിയത്തിൽ നിന്ന് പുറത്തെടുത്ത് അതേ സ്ഥലത്ത് കൊണ്ടുവന്നു. എന്നിട്ട് അതേ കസേരയിലിരുന്ന് ഫ്രഞ്ച് പ്രതിനിധികൾ അപമാനഭാരത്തോടെ കീഴടങ്ങൽ കരാറിൽ ഒപ്പുവെക്കുന്നത് കണ്ടു രസിച്ചു. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതികാരം പൂർത്തിയായിരിക്കുന്നു. 1940 ജൂലൈയിൽ റൈക്സ്ടാഗിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അവൻ ബ്രിട്ടന് ഒരു സമാധാന വാഗ്ദാനം നൽകി. ബ്രിട്ടൻ എന്റെ മേൽക്കോയ്മ അംഗീകരിക്കുകയാണെങ്കിൽ അവരുടെ സാമ്രാജ്യത്തെ ഞാൻ വെറുതെ വിടാം. പക്ഷേ ഈ വാഗ്ദാനം കേട്ട് വഴങ്ങിക്കൊടുക്കുന്ന ആളായിരുന്നില്ല വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹം ആ വാഗ്ദാനം പുച്ഛിച്ചു തള്ളി. ഒരു ഏകാധിപതിയുടെ കാരുണ്യത്തിൽ ജീവിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ അവസാനം വരെ പോരാടും. ചർച്ചിലിന്റെ ഈ ഉറച്ച മറുപടി കേട്ടതോടെ ഹിറ്റ്ലറിന് മുന്നിൽ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ: ബ്രിട്ടനെ ആക്രമിക്കുക. പക്ഷേ അതൊരു എളുപ്പമുള്ള പണിയായിരുന്നില്ല. ബ്രിട്ടനെ ആക്രമിക്കണമെങ്കിൽ ആദ്യം ഇംഗ്ലീഷ് ചാനൽ കടക്കണം. അതിന് ലോകത്തിലെ ഏറ്റവും ശക്തമായ നാവികസേനയായ റോയൽ നേവിയെ നേരിടണം. ജർമ്മൻ നാവികസേനയ്ക്ക് അതിനുള്ള കെൽപ്പില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഒരു പുതിയ പദ്ധതിയിട്ടു. ആദ്യം ബ്രിട്ടന്റെ വ്യോമശക്തിയെ പൂർണ്ണമായി തകർക്കുക, റോയൽ എയർഫോഴ്സിനെ ആകാശത്തുനിന്ന് തുടച്ചു നീക്കുക. വ്യോമശക്തി ഇല്ലാതായാൽ പിന്നെ ബ്രിട്ടീഷ് നാവികസേനയ്ക്ക് ജർമ്മൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല. ആകാശത്ത് സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ച ശേഷം കരസേനയെ ഇംഗ്ലണ്ടിൽ ഇറക്കാം. ഈ ആക്രമണ പദ്ധതിക്ക് അവർ പേരിട്ടു ഓപ്പറേഷൻ സീ ലയൺ. ഓപ്പറേഷൻ സീ ലയൺ വിജയിക്കണമെങ്കിൽ ആദ്യം ആകാശയുദ്ധം ജയിക്കണം. അങ്ങനെ 1940-ലെ വേനൽക്കാലത്ത് ചരിത്രത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വ്യോമയുദ്ധം ആരംഭിച്ചു: ബ്രിട്ടൻ യുദ്ധം. ഹെർമൻ ഗോറിങ്ങിന്റെ ലുഫ്റ്റ്വാഫെ തങ്ങളുടെ ആയിരക്കണക്കിന് ബോംബർ ഫൈറ്റർ വിമാനങ്ങളുമായി ഇംഗ്ലണ്ടിന് നേരെ പാഞ്ഞെടുത്തു. അവരുടെ ആദ്യത്തെ ലക്ഷ്യം ഇംഗ്ലീഷ് ചാനലിലെ കപ്പലുകളും തെക്കൻ ഇംഗ്ലണ്ടിലെ തുറമുഖങ്ങളുമായിരുന്നു. പിന്നീട് അവർ തന്ത്രം മാറ്റി RAFനെ നേരിട്ട് തകർക്കാൻ തീരുമാനിച്ചു. അവർ RAFന്റെ എയർഫീൽഡുകൾ, റഡാർ സ്റ്റേഷനുകൾ, വിമാനനിർമ്മാണ ഫാക്ടറികൾ എന്നിവയെല്ലാം ലക്ഷ്യം വെച്ച് ആക്രമണം തുടങ്ങി. ഇതൊരു ഭീകരമായ പോരാട്ടമായിരുന്നു. എണ്ണത്തിൽ ലുഫ്റ്റ്വാഫെ RAFനേക്കാൾ വളരെ മുന്നിലായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് ചില അനുകൂല ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവർ സ്വന്തം മണ്ണിനു മുകളിലാണ് പോരാടുന്നത്. അതുകൊണ്ട് വെടിയേറ്റ് വിമാനം തകർന്നാൽ പൈലറ്റിന് പാരച്യൂട്ടിൽ രക്ഷപ്പെട്ട് അടുത്ത ദിവസം തന്നെ മറ്റൊരു വിമാനത്തിൽ യുദ്ധത്തിനു പോകാം. പക്ഷേ ഒരു ജർമ്മൻ പൈലറ്റ് വീണാൽ അവൻ യുദ്ധത്തടവുകാരനാകും. 2, ബ്രിട്ടീഷുകാർക്ക് റഡാർ എന്നൊരു പുതിയ സാങ്കേതികവിദ്യയുണ്ടായിരുന്നു. ജർമ്മൻ വിമാനങ്ങൾ ചാനൽ കടന്നു വരുന്നതിനു മുൻപ് തന്നെ അവയുടെ സ്ഥാനവും എണ്ണവും കൃത്യമായി അറിയാൻ ഈ റഡാർ ശൃംഖല അവരെ സഹായിച്ചു. ഇതുപയോഗിച്ച് തങ്ങളുടെ പരിമിതമായ വിമാനങ്ങളെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ വിന്യസിക്കാൻ അവർക്ക് കഴിഞ്ഞു. 3, അവരുടെ സ്പിറ്റ്ഫയർ, ഹരിക്കേൻ ഫൈറ്റർ വിമാനങ്ങൾ ജർമ്മൻ മെസർഷിമിറ്റ് വിമാനങ്ങളോട് കിടപിടിക്കുന്നവയായിരുന്നു. ഈ യുദ്ധത്തിലെ ഹീറോകൾ ആകാശത്ത് പോരാടിയ ആ ചെറുപ്പക്കാരായ പൈലറ്റുമാരായിരുന്നു. ബ്രിട്ടീഷുകാർ മാത്രമല്ല, പോളണ്ട്, ചെക്കോസ്ലോവാക്യ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന്, നാസികളിൽ നിന്ന് രക്ഷപ്പെട്ടോടി വന്ന പൈലറ്റുമാരും RAFനു വേണ്ടി ധീരമായി പോരാടി. അവരുടെ ധീരതയെക്കുറിച്ച് ചർച്ചിൽ പിന്നീട് പറഞ്ഞു: നെവർ ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് വാസ് സോ മച്ച് ഓഡ് ബൈ സോ മെനി ടു സോ ഫ്യൂ. മനുഷ്യചരിത്രത്തിലെ പോരാട്ടങ്ങളുടെ രംഗത്ത് ഇത്രയധികം പേർ ഇത്ര കുറച്ചുപേരോട് ഇത്രയധികം കടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ യുദ്ധം അതിന്റെ പാരമ്യത്തിലെത്തി. RAFന് കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. അവരുടെ പൈലറ്റുമാർ ക്ഷീണിച്ച് അവശരായിരുന്നു. ബ്രിട്ടൻ തോൽവിയുടെ വക്കിലെത്തി. അപ്പോഴാണ് ഹിറ്റ്ലർ ഒരു മണ്ടത്തരം കാണിച്ചത്.
ഒരു ബ്രിട്ടീഷ് ബോംബർ ആകസ്മികമായി ബെർലിനിൽ ബോംബിട്ടതിന് പ്രതികാരമായി അവൻ തന്റെ വ്യോമസേനയോട് RAF എയർഫീൽഡുകൾ ആക്രമിക്കുന്നത് നിർത്തി പകരം ലണ്ടൻ പോലുള്ള ബ്രിട്ടീഷ് നഗരങ്ങളിൽ ബോംബിടാൻ ഉത്തരവിട്ടു. ഇതിനെ ബ്ലിറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇതൊരു ക്രൂരമായ നടപടിയായിരുന്നു. 57 രാത്രികൾ തുടർച്ചയായി ലണ്ടൻ നഗരം ബോംബാക്രമണത്തിനിരയായി. ആയിരക്കണക്കിന് സാധാരണക്കാർ മരിച്ചു. പക്ഷേ സൈനികമായി അതൊരു വലിയ അബദ്ധമായിരുന്നു. കാരണം ലണ്ടൻ ആക്രമിക്കാൻ തുടങ്ങിയതോടെ തകർന്നുപോയിരുന്ന RAFന്റെ എയർഫീൽഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും പ്രവർത്തനസജ്ജമാകാൻ സമയം കിട്ടി. അവർക്ക് പുതിയ ശക്തി സംഭരിക്കാൻ കഴിഞ്ഞു. സെപ്റ്റംബർ 15 ആ ദിവസത്തെ ബ്രിട്ടൻ യുദ്ധദിനം എന്ന് വിളിക്കുന്നു. അന്ന് ലുഫ്റ്റ്വാഫെ ലണ്ടന് നേരെ നടത്തിയ ഏറ്റവും വലിയ ആക്രമണത്തെ RAF വിജയകരമായി പ്രതിരോധിച്ചു. ജർമ്മനിക്ക് കനത്ത നഷ്ടങ്ങളുണ്ടായി. ആകാശത്താധിപത്യം സ്ഥാപിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് ലുഫ്റ്റ്വാഫെയ്ക്ക് മനസ്സിലായി. ഒടുവിൽ 1940 ഒക്ടോബറിൽ ഹിറ്റ്ലർ ഓപ്പറേഷൻ സീ ലയൺ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചു. ബ്രിട്ടൻ യുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടിരിക്കുന്നു. അത് യുദ്ധത്തിലെ ഹിറ്റ്ലറുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട തോൽവിയായിരുന്നു. ബ്രിട്ടൻ എന്ന ചെറിയ ദ്വീപ് അവന്റെ അജയ്യമായ സൈന്യത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഈ തോൽവി ഹിറ്റ്ലറെ നിരാശനാക്കിയെങ്കിലും അവൻ തളർന്നില്ല. അവന്റെ മനസ്സ് മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞു. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക്. മൈൻ ക്യാമ്പിൽ അവൻ സ്വപ്നം കണ്ട ആ വലിയ യുദ്ധത്തിലേക്ക്. സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുക, ബ്രിട്ടനെ തൽക്കാലം അവിടെ വിട്ടേക്കുക, ആദ്യം കിഴക്ക് തന്റെ ഏറ്റവും വലിയ പ്രത്യയാശ്ര ശത്രുവായ കമ്മ്യൂണിസത്തെയും താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സ്ലാവിക് വംശജരെയും തകർക്കുക, സോവിയറ്റ് യൂണിയന്റെ അനന്തമായ ഗോതമ്പ് പാടങ്ങളും എണ്ണപ്പാടങ്ങളും വിഭവങ്ങളും കൈക്കലാക്കുക, ജൂത ബോൾഷെവിക് ഭീഷണിയെ എന്നേക്കുമായി ഇല്ലാതാക്കുക. ഇതായിരുന്നു അവന്റെ ചിന്ത. അവൻ തന്റെ ജനറൽമാരോട് ഒരു പുതിയ അതിബൃഹത്തായ ഒരു ആക്രമണത്തിന് പദ്ധതിയിടാൻ ആവശ്യപ്പെട്ടു. ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക ആക്രമണം. ഈ പദ്ധതിക്ക് അവൻ ഒരു കോഡ് നാമം നൽകി, ഓപ്പറേഷൻ ബാർബറോസ. 1940ന്റെ അവസാനത്തിലും 1941ന്റെ തുടക്കത്തിലും ജർമ്മൻ സൈന്യം രഹസ്യമായി കിഴക്കൻ അതിർത്തിയിലേക്ക് നീങ്ങാൻ തുടങ്ങി. ദശലക്ഷക്കണക്കിന് സൈനികർ, ആയിരക്കണക്കിന് ടാങ്കുകൾ, 10,000കണക്കിന് പീരങ്കികൾ, ആയിരക്കണക്കിന് വിമാനങ്ങൾ, എല്ലാം കിഴക്കോട്ട്. ഈ സമയം ഹിറ്റ്ലർ തന്റെ സുഹൃത്തായ സ്റ്റാലിനുമായി നല്ല ബന്ധം നടിക്കുകയായിരുന്നു. ജർമ്മൻ വിഭവങ്ങൾ സോവിയറ്റ് യൂണിയനിലേക്കും സോവിയറ്റ് ധാന്യങ്ങൾ ജർമ്മനിയിലേക്കും ഒഴുകിക്കൂടിയിരുന്നു. സ്റ്റാലിന് പലയിടത്തുനിന്നും മുന്നറിയിപ്പുകൾ കിട്ടി. ചർച്ചിൽ വരെ അവന് സന്ദേശമയച്ചു, ഹിറ്റ്ലർ നിങ്ങളെ ആക്രമിക്കാൻ പോകുന്നു. പക്ഷേ സ്റ്റാലിൻ അതൊന്നും വിശ്വസിച്ചില്ല. ഇതൊക്കെ ബ്രിട്ടീഷുകാർ ജർമ്മനിയെയും സോവിയറ്റ് യൂണിയനെയും തമ്മിലടിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് അവൻ കരുതി. തന്റെ ചാരന്മാർ നൽകിയ വിവരങ്ങളെപ്പോലും അവൻ പുച്ഛിച്ചു തള്ളി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതിക്ക് താൻ ഇരയാകാൻ പോകുകയാണെന്ന് ആ ഏകാധിപതി അറിഞ്ഞില്ല. ഓപ്പറേഷൻ ബാർബറോസ ആരംഭിച്ചപ്പോൾ അത് ബ്ലിറ്റ്സ് ക്രീഗിന്റെ ഏറ്റവും ഭീകരവും വലുതുമായ പതിപ്പായിരുന്നു. 3 വലിയ സൈനിക ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ജർമ്മൻ സൈന്യം ആക്രമിച്ചത്. ആർമി ഗ്രൂപ്പ് നോർത്ത് ലെനിൻഗ്രാഡ് ലക്ഷ്യമാക്കി നീങ്ങി. ആർമി ഗ്രൂപ്പ് സെന്റർ മോസ്കോ ലക്ഷ്യമാക്കി കുതിച്ചു. ആർമി ഗ്രൂപ്പ് സൗത്ത് യുക്രൈനിലെ എണ്ണപ്പാടങ്ങളും ധാന്യപ്പുരകളും ലക്ഷ്യമാക്കി മുന്നേറി. ആദ്യത്തെ ഏതാനും ആഴ്ചകൾ ജർമ്മൻ സൈന്യം ഒരു കൊടുങ്കാറ്റുപോലെയായിരുന്നു. സ്റ്റാലിന്റെ ചോപ്പ് സേന, റെഡ് ആർമി, ഈ ആക്രമണത്തിന് ഒട്ടും തയ്യാറായിരുന്നില്ല. അതിർത്തിയിലുണ്ടായിരുന്ന സോവിയറ്റ് വിമാനങ്ങൾ നിലത്തുനിന്ന് പറന്നുയരും മുൻപേ ജർമ്മൻ ബോംബറുകൾ അവയെ ചാമ്പലാക്കി. വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലായി. സൈനിക യൂണിറ്റുകൾക്ക് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്നു. സ്റ്റാലിൻ താൻ ചതിക്കപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ കുറച്ചു ദിവസത്തേക്ക് ഒരു ഞെട്ടലിൽ നിന്ന് പുറത്തുവന്നില്ല. ജർമ്മൻ പാൻസർ ഡിവിഷനുകൾ സോവിയറ്റ് പ്രതിരോധ നിരകളെ കീറിമുറിച്ച് 100കണക്കിന് മൈലുകൾ ഉള്ളിലേക്ക് കയറി. അവർ ലക്ഷക്കണക്കിന് സോവിയറ്റ് സൈനികരെ വളഞ്ഞ് കീഴ്പ്പെടുത്തി. മിൻസ്ക്, സ്മോളൻസ്ക്, കീവ് തുടങ്ങിയ നഗരങ്ങൾക്ക് ചുറ്റും നടന്ന വലിയ വളയൽ യുദ്ധങ്ങളിൽ ദശലക്ഷക്കണക്കിന് സോവിയറ്റ് സൈനികരാണ് തടവുകാരായി പിടിക്കപ്പെട്ടത്. ഹിറ്റ്ലരും അവന്റെ ജനറൽമാരും കരുതി യുദ്ധം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തീരുമെന്ന്. ഒരൊറ്റ ചവിട്ടിന് ഈ കളിമൺ വീട് നമ്മൾ തകർക്കും, ഹിറ്റ്ലർ പ്രഖ്യാപിച്ചു. പക്ഷേ സോവിയറ്റ് യൂണിയൻ ഫ്രാൻസിനെപ്പോലെയായിരുന്നില്ല. അതിന് അതിരുകളില്ലാത്ത ഭൂവിസ്തൃതിയുണ്ടായിരുന്നു. ചുവപ്പുസേന തോറ്റു പിന്മാറുമ്പോഴും അവർക്ക് പിന്നോട്ടു പോകാൻ ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു. പോരാത്തതിന് അവർ പിന്മാറുമ്പോൾ ചുട്ടരിച്ച ഭൂമി എന്ന നയം സ്വീകരിച്ചു. അവർക്ക് പിന്നിൽ ജർമ്മൻകാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നും അവശേഷിപ്പിച്ചില്ല. റെയിൽവേ ലൈനുകൾ തകർത്തു, പാലങ്ങൾ നശിപ്പിച്ചു, ധാന്യപ്പുരകൾക്ക് തീയിട്ടു. ഇത് ജർമ്മൻ സൈന്യത്തിന്റെ മുന്നേറ്റത്തെ പതിയെ മന്ദഗതിയിലാക്കി.
അവരുടെ സപ്ലൈ ലൈനുകൾ നീണ്ടുവന്നു. ഏറ്റവും പ്രധാനമായി സാധാരണ സോവിയറ്റ് ജനതയും സൈനികരും കാണിച്ച ചെറുത്തുനിൽപ്പ് അവിശ്വസനീയമായിരുന്നു. നാസികൾ അവരെ താഴ്ന്ന വംശജരായിട്ടാണ് കണ്ടത്. പിടിച്ചടക്കിയ പ്രദേശങ്ങളിൽ അവർ നടത്തിയ ക്രൂരതകൾ, പ്രത്യേകിച്ച് ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളെയും കൂട്ടക്കൊല ചെയ്തത് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ കടുത്ത വെറുപ്പുണ്ടാക്കി. ഇത് സ്റ്റാലിന് സഹായകമായി. അവൻ ഈ യുദ്ധത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് യുദ്ധമായല്ല, മറിച്ച് ഒരു മഹത്തായ ദേശസ്നേഹ യുദ്ധമായി പ്രഖ്യാപിച്ചു. മാതൃഭാണത്തെ രക്ഷിക്കാൻ വേണ്ടി പോരാടാൻ അവൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വേനൽ മഴക്കാലത്തിന് വഴിമാറിയപ്പോൾ റഷ്യയിലെ ചെളി നിറഞ്ഞ റോഡുകൾ ജർമ്മൻ ടാങ്കുകളുടെയും ട്രക്കുകളുടെയും ശവപ്പറമ്പായി. അവരുടെ മുന്നേറ്റം ഒരൊച്ചിന്റെ വേഗതയിലായി. എന്നിട്ടും ഒക്ടോബറോടെ അവർ മോസ്കോയുടെ പടിവാതിൽക്കലെത്തി. ചില ജർമ്മൻ സൈനികർക്ക് ദൂരദർശിനിയിലൂടെ ക്രെംലിനിലെ ഗോപുരങ്ങൾ കാണാമായിരുന്നു എന്ന് പറയപ്പെടുന്നു. മോസ്കോയുടെ പതനമുറപ്പായെന്ന് ലോകം കരുതി.